അയാൾ വെൽക്കം ടു ടെക് പി എസ് സി. അപ്പൊ നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം, നമ്മളെ ഓട്ടോമൊബൈൽ ഏരിയയിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കുന്നതാണ്, ഏതൊരു എക്സാമിനാണെങ്കിലും പഠിക്കുന്ന ഭാഗമാണ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇലക്ട്രിക്കൽ സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ചാർജിങ് സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, പിന്നെ ഇലക്ട്രിക്കൽ സോഴ്സ് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന അതർ എക്യുപ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ സിലബസ് പറയുന്ന സമയത്ത് നമുക്ക് ബാറ്ററി എന്നുള്ള രീതിയിൽ നോർമലി പറയാറുള്ള, പക്ഷെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്നാണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ചാർജിങ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, ഇഗ്നിഷൻ സിസ്റ്റം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്തും അതിന്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാറ്ററി ആയിരിക്കും. അപ്പൊ നമുക്ക് ചാർജിങ് സിസ്റ്റം എടുത്തു നോക്കാം. ചാർജിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റർ വെച്ച് അല്ലെങ്കിൽ ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്തിട്ട് ഈ ചാർജ് ചെയ്യുന്നത് ആരെയാണ്? ബാറ്ററിയാണ്, അല്ലെ? ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇഗ്നിഷൻ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കറണ്ട് നമ്മൾ പവർ സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ബാറ്ററിയിൽ നിന്നായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിങ്, ചാർജിങ്, ഇഗ്നിഷൻ ഇതെല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബാറ്ററി ആയിരിക്കും. സോ നമ്മൾ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫസ്റ്റ് പഠിക്കണം. നമ്മൾ ബാറ്ററി സിലബസിൽ ഇല്ല എന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് ഇതിന് മുന്നേ എക്സാമുകളിൽ ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. സോ നമ്മൾ ബാറ്ററിയുടെ സെക്ഷനിൽ കയറാണ്. ഇന്നത്തെ ഒരു ചെറിയ ഒരു സെക്ഷൻ ആയിരിക്കും ബാറ്ററി എന്ന് പറയുന്നത്. വലിയ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. സോ നമുക്ക് ബാറ്ററി എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്സ് ബാറ്ററി ഉണ്ട്. പക്ഷെ നമ്മളൊരു ഓട്ടോമോട്ടീവ് സ്റ്റോറേജ് ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് കേട്ടോ. സോ നോർമലി എന്താണ് ഒരു സ്റ്റോറേജ്, നമ്മൾ ഓട്ടോമോട്ടീവ് ബാറ്ററിയുടെ ഒരു ഫംഗ്ഷൻസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടാവും നമ്മളൊരു ഓട്ടോമൊബൈൽ ബാറ്ററിക്ക്? ജസ്റ്റ് വെറും നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, സ്റ്റാർട്ടിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, ചാർജിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ, ഇഗ്നിഷന് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എനർജി കൺവേർഷൻ, അല്ലെ? എനർജി കൺവേർഷൻ ആണ് ബാറ്ററിയുടെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ്, കെമിക്കൽ ഫോമിൽ എനർജിയെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ഫോമിലോട്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? ബാറ്ററിയിൽ നിന്ന് നൽകുന്നു. ഇനി നേരെ തിരിച്ച് ഇലക്ട്രിക്കലായിട്ട് ഉണ്ടാകുന്ന എനർജിയെ നമുക്ക് കെമിക്കൽ ഫോമിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. സോ എനർജി കൺവേർഷൻ സ്റ്റോർ കെമിക്കൽ എനർജി ആൻഡ് ദാറ്റ് കൺവേർട്സ് ഇൻ ടു ദി ഡയറക്റ്റ് കറന്റ് ഇൻ എ കൺട്രോൾഡ് മാനർ. അത് ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് നൽകുന്നതാണ്. നെക്സ്റ്റ് അടുത്ത വരുന്നതാണ് എഞ്ചിൻ ഓഫ്. എഞ്ചിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എഞ്ചിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നിഷൻ കീ ആണ് നമ്മൾ ഓഫ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇഗ്നിഷൻ കീ എന്താണ് ചെയ്യുന്നത്? ബാറ്ററിയെയും, അല്ലെ, അതായത് നമുക്ക് വരേണ്ട പവർ സോഴ്സ് ആയിട്ടുള്ള ബാറ്ററിയെയും അതേപോലെ തന്നെ ബാക്കി എഞ്ചിനുമായി ബന്ധപ്പെട്ടും വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സിനെയും ഷട്ട് ഓൺ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെ? ഷട്ട് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഓഫ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നോർമലി എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇഗ്നിഷൻ കീ ബാറ്ററി ഇഗ്നിഷൻ കീ ഓഫ് ചെയ്യുമ്പോൾ ബാറ്ററിക്ക് സംഭവിക്കുന്നത്. സോ സപ്ലൈസ് കറന്റ് ടു ലൈറ്റനിങ് ആൻഡ് ആക്സറീസ് വെൻ ദ എഞ്ചിൻ ഈസ് ഇൻ റണ്ണിങ്. എഞ്ചിന് റൺ ചെയ്യാത്ത സമയങ്ങളിൽ ഇലക്ട്രിക്കൽ ആക്സറീസിൽ ലൈറ്റിങ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ടിനെ കട്ട് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി നമുക്ക് ഇതിന് വേണ്ടി. അതാണ് എഞ്ചിൻ ഓഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ഒരെണ്ണമാണ് സ്റ്റാർട്ടിങ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രൊവൈഡ് എസെൻഷ്യൽ പവർ ടു സ്റ്റാർട്ട് ദി മോട്ടോർ ആൻഡ് ഇഗ്നിഷൻ സിസ്റ്റം. സ്റ്റാർട്ടിംഗ് മോട്ടോർ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, ഇഗ്നിഷൻ സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള പവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നൽകുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എഞ്ചിൻ റണ്ണിങ്. പവർ വേരിയസ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഓവർ എ വൈഡ് ഓഫ് ടെമ്പറേച്ചർ റേഞ്ച് -30°C to 70°C. അപ്പൊ നോർമലി നമ്മളെ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ കമ്പോണൻസ് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചാർജ് എഞ്ചിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ പോലും ബാറ്ററിയിൽ നിന്ന് നൽകുക എന്നുള്ള കാര്യമാണ് വരുന്നത്, അല്ലെ? then അടുത്തൊരെണ്ണം എന്ന് പറയുന്നത് ഒരു ബാറ്ററി സിസ്റ്റമായി ബന്ധപ്പെട്ടോ. ഒരു ഇൻഡിവിജ്വൽ ബാറ്ററി എന്നുള്ള രീതിയിലല്ല എടുക്കുന്നത്. നമ്മൾ ഈ ബാറ്ററിയുടെ മൊത്തം സിസ്റ്റമായി ബന്ധപ്പെട്ടതാണ്. അബ്സോർബ്സ് അബ്നോർമൽ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആണ് നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അബ്സോർബ് അബ്നോർമൽ ട്രാൻസിസ്റ്റന്റ് വോൾട്ടേജ് പ്രൊട്ടക്ടിങ് സെൻസിറ്റീവ് വെഹിക്കിൾ കമ്പോണന്റ് അഗെയിൻസ്റ്റ് ദ എക്സസീവ് ഇലക്ട്രിക്കൽ സർജസ്. അപ്പൊ നമ്മൾ ഈ ബാറ്ററിയിൽ ഈ ഇലക്ട്രിക്കൽ സിസ്റ്റം ണെങ്കിലും ഇത് ചാർജ് ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും ചില സമയങ്ങളിൽ ഒരേ രീതിയിലായിരിക്കണം എന്നില്ല. വോൾട്ടേജിലുള്ള വേരിയേഷൻസ്, ഡിഫറൻസസ് വരാം. സോ ഈ വോൾട്ടേജിലെ വേരിയേഷൻസ്, ഡിഫറൻസസ് വരുന്ന സമയത്ത് നമ്മളുടെ കമ്പോണൻസിനൊക്കെ പെട്ടെന്ന് കേടുപാടുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള, അല്ലെ, റെഗുലേറ്റ് ചെയ്തിട്ടുള്ള, സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള വോൾട്ടേജിന് നൽകുക എന്നുള്ള കൂടി നമ്മൾ ഈ ഒരു സ്റ്റോറേജ് ബാറ്ററിയുടെ ഫംഗ്ഷൻസിൽ പെടുന്ന കാര്യങ്ങളാണ്.
നെക്സ്റ്റ് നമുക്ക് ബാറ്ററിയെ രണ്ടായിട്ട് തരംതിരിക്കാം. ബാറ്ററിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി ടൈപ്പ്. നമുക്ക് നോർമലി സെക്കൻഡറി ടൈപ്സിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയാനുള്ളത്, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൈമറി ടൈപ്സ് കൂടി പറഞ്ഞിട്ട് പോകാം. പ്രൈമറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോൺ റീചാർജബിൾ ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോൺ റീചാർജബിൾ എങ്ങനെയായിരിക്കും? നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാറുണ്ട് അല്ലെ, ഒരു സിംഗിൾ ബാറ്ററി എന്നാണ് നമ്മൾ മേടിക്കാറില്ല. ബാറ്ററി അല്ല, ശരിക്കും നമ്മൾ സെല്ല് എന്നാണ് നമ്മൾ അതിന് പറയേണ്ടത്. അത് സെല്ല് എന്താ ബാറ്ററി എന്താ നെക്സ്റ്റ് സ്ലൈഡ് ആയിട്ട് പറയാം കേട്ടോ. സോ നമ്മളൊരു സാധനം മേടിക്കുന്നു, ഒരു ബാറ്ററി മേടിക്കുന്നു. ആ ബാറ്ററി മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, ഇപ്പൊ ടോയ് കാസിലൊക്കെ ഉപയോഗിക്കുന്നത്, ടോയ് കാസിൽ ഇപ്പോൾ മറ്റേ ഓൾറെഡി റീചാർജിന്റെ ബാറ്ററി വന്നിട്ടുണ്ട് എങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്ന ബാറ്ററികളൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്ന ബാറ്ററികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ടൈപ്പ് ബാറ്ററി. അതാണ് നമുക്ക് നോൺ റീചാർജബിൾ ബാറ്ററി എന്ന് പറയുന്നത് അല്ലെ. റീചാർജ് ചെയ്യാൻ പറ്റാത്തത്, ക്യാൻ ഓൺലി ബി ഡിസ്ചാർജ് വൺസ്, ഒറ്റ തവണ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, ദെൻ അത് ഒഴിവാക്കേണ്ടി വരും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി ബാറ്ററി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്കിത് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് കറണ്ട് പുറത്തോട്ട് പോകുന്നതിനെ ഡിസ്ചാർജിംഗ് എന്നും, ബാറ്ററിയെ ഇങ്ങോട്ട് കറണ്ട് കയറ്റുന്നതിനെ നമ്മൾ എന്ത് ചാർജിംഗ് എന്നും പറയുന്നു. സോ ബാറ്ററിയെ ഫുള്ളി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാറ്ററിയെ ചാർജ് ചെയ്യാൻ പറ്റും വീണ്ടും. അങ്ങനെയുള്ള ബാറ്ററികളാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറയുന്നത് അല്ലെ. ഓട്ടോമൊബൈൽ കോമൺലി യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററി. നമ്മുടെ ഓട്ടോമൊബൈൽ സിസ്റ്റത്തിൽ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ കേസിലല്ല, ഇലക്ട്രിക്കൽ വാഹനം നമുക്കറിയാം ലെഡ് ആസിഡിലുള്ള വാഹനങ്ങളുണ്ട്, അതേപോലെ തന്നെ ലിഥിയം അയോണിലുള്ള വാഹനങ്ങളുണ്ട്. മോസ്റ്റ് കോമൺലി കുറച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ലിഥിയം അയോൺ ആണ്, പക്ഷെ ലെഡ് ആസിഡിൽ ഉപയോഗിക്കുന്ന ടൂ വീലേഴ്സും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ വാഹനങ്ങളിൽ നോർമലി നമ്മുടെ സ്റ്റാർട്ടിംഗ് പർപ്പസ് അല്ലെ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ അല്ലാത്തതിൽ. സോ അതിന് ഇങ്ങനെയുള്ള ബാറ്ററികളാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി ബാറ്ററി എന്ന് പറയുന്നത്. അത് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വീണ്ടും ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററികളാണ് നമ്മൾ സെക്കൻഡറി ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ, അതായത് റീചാർജബിൾ ബാറ്ററി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലും ബാറ്ററിയും. എന്താണ് ഒരു സെല്ലും ബാറ്ററി ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം, എങ്കിലൊന്ന് സൂചിപ്പിക്കുകയാണ് അല്ലെ. ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള, ഇവിടെ പറഞ്ഞത് സെൽ ഈസ് എ ബേസിക് ഇലക്ട്രോ കെമിക്കൽ യൂണിറ്റ്. ഒരൊറ്റ എണ്ണമായിട്ടുള്ള ഒരു ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലി സെല്ല് എന്ന് പറയുന്നത്. കുറേ അധികം സെല്ലുകൾ, ഇപ്പൊ ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ്, ഇതൊരു സെല്ലാണ് അല്ലെ. അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1, 2, 3, 4, 5, 6 സെല്ലുകളുണ്ട്. ഈ 6 സെല്ലുകൾ ഒന്നിച്ച് ഒരു കണ്ടെയ്നറിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സീരീസ് ആയിട്ടുള്ള ഒരു കണക്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. അപ്പൊ നോർമലി ഒറ്റ സെല്ലാണെന്നുണ്ടെങ്കിൽ, ഒറ്റൊരെണ്ണാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെല്ലെന്നും അല്ലെ, ഒന്നിൽ കൂടുതൽ സെല്ലുകളെ തമ്മിൽ സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ബാറ്ററി എന്നും പറയുന്നു. അതിനെ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നു. അതാണ് നോർമലി എന്ത് പറയുന്നത്. അപ്പൊ ഈ ഒരു സെല്ലിന് ഒരു വോൾട്ട് ഉണ്ടാവും. ഇതിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന 1.5 വോൾട്ട് സെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. 1.5 വോൾട്ടിന്റെ കയറും സിംഗിൾ ആയിട്ട് നമ്മൾ ഈ ക്ലോക്കിലൊക്കെ ഇടുന്ന സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ലെഡ് ആസിഡ് ബാറ്ററിയിലൊക്കെ ആകുന്ന സമയത്ത് ഓരോ സെല്ലുകളാണ് നമുക്ക് പറയാം, ഓരോ സെല്ലുകൾ ലെഡ് ആസിഡുള്ളതും ടോട്ടൽ എത്ര വോൾട്ട് വരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. സോ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സെൽസ് കണക്റ്റഡ് ടുഗദർ ടു ഒബ്റ്റെയിൻ റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് കപ്പാസിറ്റി. നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ആവശ്യമുള്ള കപ്പാസിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ സെല്ലുകളെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കിനി ലെഡ് ആസിഡ് ബാറ്ററിയിലോട്ട് പോകാം. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. അപ്പൊ നോർമലി നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും ലെഡ് ആസിഡ് ബാറ്ററി. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ പഠിക്കേണ്ടത് കുറച്ച് ഇതിന്റെ പാർട്സ് ആണ്, എന്തൊക്കെ ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്ന ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കണ്ടെയ്നർ ആണ്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അതിന്റെ കണ്ടെയ്നർ ആണ്. എന്തായിരിക്കും കണ്ടെയ്നർ? ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെല്ലുകളും ബാറ്ററികളും അതോടൊപ്പം തന്നെ സെല്ലുകളും അതിന്റെ പ്ലേറ്റ്സും അതുമായി ബന്ധപ്പെട്ട അതിൽ ഇലക്ട്രോലൈറ്റും എല്ലാം കൂടി ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാസ്റ്റിക്, ഹാർഡ് റബ്ബറോ അല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്കോ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഹാർഡ് റബ്ബർ എന്നാണ് നോർമലി പറയാറുള്ളത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്നത്. പുറത്ത് ഏറ്റവും പുറത്തു കൊടുക്കുന്ന കവറിംഗ് ആയിരിക്കും. ഇതിന്റെ മുകൾ ഭാഗം നമ്മൾ അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അഴിച്ചെടുക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഴിച്ചെടുക്കാനല്ല, ബാറ്ററി കംപ്ലൈന്റ് ആവുന്ന സമയത്ത് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റ്സോ കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ അങ്ങനെയുള്ള കേസ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവിടെ എന്ത് ചെയ്യും, സീൽഡ് ആയിരിക്കും, നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. പൊട്ടിച്ചെടുത്തിട്ട് വീണ്ടും
വീണ്ടും സീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെ നമ്മളായിട്ട് ആരും ചെയ്യാറില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും, നമ്മൾ പുതിയ ബാറ്ററി വെക്കും, അത് പിന്നെ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്ത് വരാറുണ്ട്. സോ ഏറ്റവും പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ടെയ്നർ എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് രണ്ട് ടൈപ്പ് കാര്യങ്ങളാണുള്ളത്. ഒരു പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും. സോ പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് എന്നും നെഗറ്റീവ് ഇലക്ട്രോഡിനെ നെഗറ്റീവ് പ്ലേറ്റ് എന്നും പറയുന്നത്. രണ്ട് പ്ലേറ്റ്സ് ആണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതിനെ നോർമലി നമ്മൾ പ്ലേറ്റ്സ് എന്ന് പറയാം. നമുക്ക് എന്താ പറയാം, പോസിറ്റീവ് പ്ലേറ്റ്സ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ നെഗറ്റീവ് പ്ലേറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഇതിൽ അകത്ത് കണ്ടെയ്നറുകൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പറയട്ടോ. ഓരോ സെല്ലുകൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈഡറുകൾ ഉണ്ടാവും. ഈ നമുക്ക് പുറത്തോട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ പോസിറ്റീവിലെ എല്ലാ ടെർമിനലിനെയും കൂടിയും എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാ പ്ലേറ്റിനെയും കൂടി കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ടെർമിനലിലോട്ട് ആയിട്ട് മുകളിലോട്ട് കാണിച്ചിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോസിറ്റീവ് ടെർമിനൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ടെർമിനൽ കാണാം, ഇവിടെ നമുക്കൊരു നെഗറ്റീവ് ടെർമിനലും കാണാം അല്ലെ. അപ്പൊ ടെർമിനൽസ് എന്ന് പറയാം. ടെർമിനൽസിൽ നമുക്ക് എന്തുണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, അതേപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാവും. ഇവ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് അറിയല്ലോ. അങ്ങനെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ വെക്കുന്നതിന്റെ ഇടയിലായിട്ട് നമുക്ക് എന്തുണ്ട്, സെപ്പറേറ്റർ ഉണ്ടാവും. അടുത്തൊരെണ്ണാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൽ ഒരു സെപ്പറേറ്ററും കാര്യങ്ങളും കൂടി ഉണ്ടാവും. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കുക നമ്മുടെ ലിക്വിഡാണ്. ലിക്വിഡ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒക്കെ ആവശ്യമായിട്ടുള്ള ആസിഡാണ്. ഡയലൂട്ടഡ് H2SO4 നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ്, അതാണ് നോർമലി ഉപയോഗിക്കുന്നത്. ഡയലൂട്ടഡ് H2SO4 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ട് നോർമലി ഇതിൽ ഉപയോഗിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററിയിൽ ആസിഡ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ പാർട്ടും ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടെയ്നർ ആണ്. ആദ്യം പറയാനുള്ളത് കണ്ടെയ്നർ ആണ്. എന്താണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്? ഈ സെല്ലുകളെ പ്ലേറ്റുകളെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലേറ്റുകളെയും ഇതിലോട്ട് എന്ത് ചെയ്യാണ്, സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എന്ത് പറയുന്നത്, കണ്ടെയ്നർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിതിൽ നോർമലി 6 സെല്ലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, 6 കണ്ടെയ്നർ സ്പ്ലിറ്റ് ചെയ്ത കണ്ടെയ്നർ ഉണ്ടാവും. വലിയൊരു ബാറ്ററി, ഇത് ഒന്നാമത്തെ, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, 6 ഉണ്ടായിരിക്കും. ഓരോ സെല്ലുകളും പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ട് എന്ന് പറയുന്നത് 2.1 വോൾട്ട് ആയിരിക്കും. ഓരോ സെല്ലും പ്രൊവൈഡ് ചെയ്യുന്ന 2.1 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഇതിൽ 2.1 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര, 6 സെല്ല് ഉണ്ടെങ്കിൽ 12.6 വോൾട്ട് ഉണ്ടായിരിക്കും. 12.6 വോൾട്ട് ഉണ്ടായിരിക്കും. നമ്മൾ നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് ആയിട്ട് 12.6 ഉണ്ടെങ്കിൽ ആൻസർ 12.6 ആണ്. ഇനി അതല്ല 12 ആണ് എങ്കിൽ ബാറ്ററി പറയുന്നുണ്ടെങ്കിൽ 12 ആയിരിക്കും. അപ്പൊ നമ്മൾ നോർമലി ബാറ്ററി പറയുമ്പോൾ 12 വോൾട്ട് ബാറ്ററി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. അത് 12.6 വോൾട്ട് നമുക്ക് ലഭിക്കുന്നു കേട്ടോ. ഒരു സെല്ല് എന്ന് പറഞ്ഞാൽ 2 വോൾട്ട് എന്നാണ് പറയുന്നത്. 2.1 വോൾട്ട് ആണ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 6 സെല്ലുകൾ ഉണ്ടാവും. ഈ 6 സെല്ലുകളിൽ നിന്നും 2.1 വോൾട്ട് വെച്ചിട്ട് നമുക്ക് 12.6 വോൾട്ട് ഉണ്ടാകുക. സോ ഓപ്ഷൻസ് നോക്കുക. നമുക്ക് ഒരു വട്ടം PSC 12 ആണ് വന്നിട്ടുണ്ടായിരുന്ന ആൻസർ. അപ്പൊ ഇനിയും 12 എന്ന് മാർക്ക് ചെയ്തിരിക്കരുത്. 12.6 ആണ് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ. 12.6 ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആൻസർ തന്നെ മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഇതാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. നോർമലി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് ഉപയോഗിച്ചിരുന്നു, പിന്നെ ഹാർഡ് റബ്ബർ ആ മെറ്റീരിയൽ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ സ്ട്രോങ് ആയിരിക്കും ബാറ്ററിന്റെ കണ്ടെയ്നർ ആയിട്ടുള്ള അല്ലേ. മോഡേൺ കാർ ബാറ്ററീസ് യൂസസ് പോളിപ്രോപ്പിലീൻ സ്ട്രോങ് ട്രാൻസ്ലൂസന്റ് ആൻഡ് ഹൈ വെയിറ്റ് പ്ലാസ്റ്റിക് നോർമലി ഉപയോഗിക്കുന്നത്. റെസിസ്റ്റ് കോൾഡ് ബ്രിട്ടിൽനെസ് ജെർക്സ് ആൻഡ് ഓട്ടോമോട്ടീവ് ഫ്ലൂയിഡ്സ്. അപ്പൊ നമുക്ക് ഇതിനെ എന്താ വെച്ചാൽ ഇതിന്റെ ഉള്ളിലോട്ടൊന്നും ആകരുത് അല്ലെ, എന്ന് തട്ടി കഴിഞ്ഞാലൊന്നും പ്രശ്നം വരരുത്, ജെർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. കാരണം ഇതിലുള്ള പ്ലേറ്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. അതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് പറയേണ്ടത്. രണ്ടാമത്തത്, ഇത് നേരെ ഒരു പെട്ടിയല്ല, ഇതിന്റെ താഴത്ത് ഇതേപോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ബ്രിഡ്സ് എന്നാണ് നമ്മൾ പറയാം. ബ്രിഡ്സ് അല്ലെങ്കിൽ റിബ്സ് എന്ന് പറയാം. റിബ്സ് എന്ന് പറയാം അല്ലെങ്കിൽ ബ്രിഡ്സ് എന്ന് പറയാം കേട്ടോ. റിബ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജ് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു പാലം. എന്തിനായിരിക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കുക, നമ്മൾ ഇതിലകത്ത് പ്ലേറ്റുകൾ ഇങ്ങനെ വെക്കുമല്ലോ, കുറെ പ്ലേറ്റുകൾ വെക്കുമല്ലോ. ഈ പ്ലേറ്റുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതുമെന്ന് വരുന്ന ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും. സോ ഇതൊക്കെ എന്ത് ചെയ്യും, താഴ്ത്ത് വന്നിട്ട് അടിയും. അത് നമ്മൾ ഈ H2SO4 താഴെ വന്ന് അടിയും. അപ്പൊ ഇത് നമ്മൾ പ്ലേറ്റ് പൊക്കിയല്ല വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ പ്ലേറ്റിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് പിടിച്ച് നിൽക്കും. ഇതിപ്പോ നമ്മൾ ഇതിന്റെ മുകളിലാണ് ഇനി എന്തുണ്ടായിരിക്കുക, പ്ലേറ്റുകൾ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ റിബ്സിന്റെ മുകളിലായിരിക്കും പ്ലേറ്റുകൾ വെച്ചിട്ടുണ്ടായിരിക്കുക. സോ ഈ അടിയാല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഗ്യാപ്പിന്റെ അടിയിലായിട്ട് പോയിട്ട് താഴത്തായിട്ട് അടിയുന്നുണ്ടാവും. അതായത് നമ്മുടെ പ്ലേറ്റിലായിട്ട് അടിയില്ല, നേരെ താഴത്തെ കണ്ടെയ്നറിന്റെ ഏറ്റവും താഴേക്കാരം വന്നിട്ട് അടി ഉണ്ടാകുക. നമ്മൾ നോർമലി ഓയിൽ സമ്പ് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, അപ്പൊ അതൊക്കെ എന്തായിരിക്കും, അതിൽ വരുന്ന കണ്ടാമിനൻസും സെഡിമെന്റ്സും ഒക്കെ എന്താവും, താഴെ പോയി അടിയെന്ന് പറയില്ല. പെട്രോൾ ടാങ്കിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതേപോലെ ചിന്തിച്ചാൽ മതി, വേറെ കൂടുതലൊന്നും ചിന്തിക്കണ്ട. പക്ഷെ അതിൽ നമുക്ക് സെല്ലുകളെ, നമ്മളെ പ്ലേറ്റുകളെ ഒന്ന് പൊക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ റിബ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ബ്രിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഡിവൈഡഡ് ഇൻ ടു സെൽ കമ്പാർട്ട്മെന്റ് ബൈ പാർട്ടീഷൻസ്. റിബ്സ് ആൻഡ് റിബ്സ് അറ്റ് ദി ബോട്ടം support the plates are created to space the catch sediments preventing short circuits.
അപ്പോൾ പ്ലേറ്റുകളെ ഒന്ന് പൊക്കി വെക്കാൻ വേണ്ടിയിട്ടും അല്ലെ, അത് പൊക്കി വെക്കണം എന്തിനാണ്, ഈ സെഡിമെന്റ്സ് ഒക്കെ വന്ന് കണ്ട് അടിയുന്ന സമയത്ത് അതൊന്ന് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഒരു റിബ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ മുകളിലായിരിക്കും പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കുക. സോ ഇതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ഫസ്റ്റ് നമുക്ക് കണ്ടെയ്നറിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇതിന്റെ അകത്ത് ഓരോന്നിന്റെ അകത്ത് വെക്കുന്നുണ്ടോ. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത പോകുകയാണ് പ്ലേറ്റ്സിലോട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് മെയിൻലി 2 പ്ലേറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. എന്തായിരിക്കും, പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കും. നോർമലി നമുക്ക് പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കും, നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. സോ അതന്നെ ജസ്റ്റ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് 2 പ്ലേറ്റ് ഉണ്ട് നമുക്കറിയാം. പ്ലേറ്റുകളുടെ എണ്ണമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയണം. നമ്മുടെ നോട്ട്സ് ആക്കി കൊടുത്തിട്ടില്ല, നോട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. അത് സെന്റിമെന്റ് നോട്ട്സ് ആഡ് ചെയ്യാം, അത് ഇതിൽ കൂടെ തന്നെ പറയാം. പിന്നെ നമുക്ക് എന്തെങ്കിലും അതിലേതൊക്കെ മെറ്റീരിയൽ, അതിന്റെ കളർ എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നത് കേട്ടോ. സോ നമുക്ക് എന്താ പറയുക, ഇതിൽ ഈ ഒരു പ്ലേറ്റ്സുകളൊക്കെ ഒരു ഗ്രിഡിന്റെ രീതിയിൽ കണ്ടോ, ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ഗ്രിഡ് ഫ്രെയിം വർക്കാണ് നോർമലി ചെയ്യുന്നത്. സോ ഹോൾസ് ആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് ക്യാരീസ് കറന്റ്, യൂസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഓർ റേഡിയൽ റിബ്സ്. ഹൊറിസോണ്ടൽ റിബ്സ് കൊടുക്കലുണ്ട്, വെർട്ടിക്കൽ റിബ്സ് ഉണ്ട്. റേഡിയൽ പറഞ്ഞാൽ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ടോ ഒരു തലക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് റേഡിയൽ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇനി ഗ്രിഡ്സ് അലോയ്സ് നോർമലി ഗ്രിഡ്സ് അലോയായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ലെഡ് ആന്റിമണി, അതേപോലെ തന്നെ ലെഡ് കാൽഷ്യം. ലെഡ് ആന്റിമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 1.5% ആണ് ലെഡ് ആന്റിമണി ഉപയോഗിക്കുന്നത്. സ്ട്രോങ് ആൻഡ് കണ്ടക്റ്റീവ് ആണ്, ബട്ട് ഇൻക്രീസസ് ദ ഗ്യാസിംഗ്, നീഡ്സ് പീരിയോഡിക് വാട്ടർ റീഫിൽസ്. ഇത് നമ്മൾ ലെഡ് ആന്റിമണി ഉപയോഗിക്കുന്നത് കാരണം അല്ലെ, സ്ട്രോങ് ആണ്, അതേപോലെ ഗ്യാസിംഗ് ഉണ്ടാവും, ചാർജ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സോ പീരിയോഡിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ആസിഡ് അതിലോട്ട് ഫില്ല് ചെയ്യേണ്ട അവസ്ഥ, നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ആണ് നോർമലി ഒഴിക്കാറുള്ളത്. സോ അത് ഫില്ല് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. നെക്സ്റ്റ് ലെഡ് കാൽഷ്യം, അതാകുമ്പോൾ യൂസ്ഡ് ഫോർ ലെഡ് കാൽഷ്യം നമ്മൾ നോർമലി യൂസ് ചെയ്യും മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററികൾക്കാണ്. മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി, അങ്ങനെ ഒരു ബാറ്ററി ഉണ്ട്. അതായത് നമുക്ക് എന്താ, ഈ വാട്ടർ ഒന്നും ഒഴിക്കണ്ടാത്ത, അതായത് നമ്മൾ ആസിഡ് ഒന്നും ഒഴിക്കണ്ടാത്ത, അങ്ങനെയുള്ള വാട്ടർ ഒന്നും ഒഴിക്കണ്ടാത്ത ടൈപ്പ് ബാറ്ററി ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. നോ വാട്ടർ നീഡഡ്, ലെസ് ടെർമിനൽ കൊറോഷൻ, ലോങ്ങർ ഷെൽഫ് ലൈഫ്. ഇതൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ലെഡ് കാൽസ്യം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും. ദെൻ ഡ്രോബാക്ക് എന്താന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ജമ്പ് സ്റ്റാർട്ട് ഇഫ് ഡീപ്ലി ഡിസ്ചാർജ്. നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് ആ ബാറ്ററി പറ്റ ഡിസ്ചാർജ് ആയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജമ്പ് സ്റ്റാർട്ടും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ജമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി എങ്ങനെയെന്നൊക്കെ നമ്മൾ അപ്പുറത്ത് പറയുന്നുണ്ട് കേട്ടോ. സോ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും അതിന്റെ മെറ്റീരിയൽ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. നോർമലി ആക്റ്റീവ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് നോർമലി ഉപയോഗിക്കുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. ലെഡ് പെറോക്സൈഡ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന പേരായിരുന്നു ലെഡ് പെറോക്സൈഡ് എന്നുള്ളത് കേട്ടോ. ആദ്യം പറഞ്ഞിരുന്ന പേരായിരുന്നു ലെഡ് പെറോക്സൈഡ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോർമലി ലെഡ് ഡയോക്സൈഡ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ലെഡ് പെറോക്സൈഡ് എന്നുള്ള പേര് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലി ലെഡ് ഡയോക്സൈഡ് എന്നാണ് പറയാറുള്ളത്. ഇപ്പൊ നിങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഡ് ഡയോക്സൈഡ് എന്നാണ് കാണുക. പക്ഷെ നമ്മുടെ ബുക്കിൽ കാര്യങ്ങളൊക്കെ പണ്ട് മുതലേ പ്രിന്റ് ചെയ്ത് വന്ന സാധനങ്ങളായതുകൊണ്ട് ലെഡ് പെറോക്സൈഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയാൻ കാരണം നിങ്ങൾ ചിലപ്പോൾ ആൻസറിൽ PSCയുടെ ആൻസർ കീയിൽ ലെഡ് പെറോക്സൈഡിന് പകരം ലെഡ് ഡയോക്സൈഡ് കണ്ടു കഴിഞ്ഞാൽ പെറോക്സൈഡ് ആണെന്ന് വിചാരിക്കരുത്, ഇറ്റ് ഈസ് സെയിം ലെഡ് ഡയോക്സൈഡ് എന്നാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. ദെൻ അപ്പോൾ സോ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് ഡയോക്സൈഡ് ഓർ ലെഡ് പെറോക്സൈഡ്. അതിന്റെ നോർമൽ അതിന്റെ കളർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ബ്രൗൺ കളർ ആയിരിക്കും. ദെൻ നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്പോഞ്ചി ലെഡ് ആയിരിക്കും. നമുക്ക് അതിന്റെ ഗ്രേ കളർ ആയിരിക്കും, സ്പോഞ്ചി ലെഡ് ആയിരിക്കും. ലെഡിന് നമുക്കറിയാലോ PB എന്നാണ് നമ്മൾ സൂചിപ്പിക്കാറുള്ളത് കേട്ടോ. നമ്മുടെ പോസിറ്റീവ് പ്ലേറ്റ് PbO2, ലെഡ് ഓക്സൈഡ് നിലയിൽ ലെഡ് പെറോക്സൈഡ് നിലയിൽ PbO2, സ്പോഞ്ചി ലെഡിന് നോർമലി PB എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇനി ഇതിന്റെ ഒരു കൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും തമ്മിൽ ഒരു റിലേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ചാർജിങ് ബാറ്ററി പ്ലേറ്റ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക, ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഒരു നെഗറ്റീവ് പ്ലേറ്റ്, ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഒരു നെഗറ്റീവ് പ്ലേറ്റ്, അങ്ങനെ ആയിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഒരു സെല്ലിൽ നമ്മൾ ബാറ്ററിന്റെ വലുപ്പത്തിനനുസരിച്ച് ബാറ്ററിന്റെ ആവശ്യത്തിനനുസരിച്ച് ഒരു സെല്ലിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ നമുക്ക് മാക്സിമം കൂടുതൽ ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നെഗറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റിനേക്കാളും ഒരെണ്ണം കൂടുതലായിരിക്കും. നെഗറ്റീവ് പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റിനേക്കാളും എപ്പോഴും ഒരെണ്ണം കൂടുതലായിരിക്കും. അതായത് സ്റ്റാർട്ടിങ് വിത്ത് നെഗറ്റീവ് ദെൻ പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അപ്പോൾ ഇതിന്റെ അപ്പുറത്ത് തന്നെ എന്തുണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് പ്ലേറ്റ് എക്സ്ട്രാ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കതിൽ പറയാനുള്ളത്. എന്തിനു വേണ്ടിയാണ് ഒരു നെഗറ്റീവ് പ്ലേറ്റ് കൂടുതലായിട്ട് കൊടുത്തിട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ പോസിറ്റീവ് പ്ലേറ്റിന്റെ രണ്ട് വശവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പോസിറ്റീവ് പ്ലേറ്റിന്റെ ഈ വശത്തും നെഗറ്റീവ് പ്ലേറ്റ് കൊടുക്കുന്നു, ഈ വശത്തും നെഗറ്റീവ് പ്ലേറ്റ് കൊടുക്കുന്നു എന്നുള്ള അർത്ഥം എന്താ, രണ്ട് വശവും നമുക്ക് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ
നിർമ്മിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിന് ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത്. സോ ഇതാണ് നമുക്ക് എന്ത് പറയുന്നത് പ്ലേറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ പ്ലേറ്റിന്റെ മെറ്റീരിയൽ ലെഡ് ഡയോക്സൈഡ്, അതേപോലെ തന്നെ സ്പോഞ്ചി ലെഡ്, പോസിറ്റീവ് പ്ലേറ്റിന്റെ കളർ ചോക്ലേറ്റ് ബ്രൗൺ കളർ, അതേപോലെ തന്നെ നെഗറ്റീവ് പ്ലേറ്റിന്റെ കളർ സ്പോഞ്ചി ലെഡ് ആകുമ്പോൾ ഗ്രേ കളറാണ് വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് സെപ്പറേറ്ററുകളാണ്. നമുക്കറിയാം നമ്മൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ വെക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ നമ്മൾ ഇതിനെ ഷോർട്ട് സർക്യൂട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നമ്മൾ എന്തിനെ ഒരു സാധനമാണ് സെപ്പറേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. തിൻ നോൺ കണ്ടക്ടിങ് ഷീറ്റ്സ് ടിപ്പിക്കലി യൂസിങ് മൈക്രോ പോറസ് പോളി എത്തിലീൻ ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത്. നോൺ കണ്ടക്ടിങ് ഷീറ്റ്സ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ് ടു പ്രിവെന്റ് ഷോർട്ട് സർക്യൂട്ട്സ് വൈൽ അലോയിങ് ആസിഡ് ഡിഫ്യൂഷൻ. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്താൻ വേണ്ടി. കൂടുതലായിട്ടോ നോക്കണ്ട, ജസ്റ്റ് മാത്രം നോക്കിയാൽ മതി. മോഡേൺ ഡിസൈൻ യൂസേഴ്സ് എൻവലപ്പ് ടൈപ്പ് സെപ്പറേറ്റേഴ്സ് ദാറ്റ് എൻക്ലോസ് ദ എൻറ്റയർ പ്ലേറ്റ് ടു ക്യാച്ച് ഷെഡ് മെറ്റീരിയൽസ്. അപ്പോൾ മോഡേൺ പ്ലേറ്റ്സിലൊക്കെ നമ്മൾ എൻവലപ്പ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഓരോ പ്ലേറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഓരോ സെപ്പറേറ്ററിന്റെ അകത്തോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിയിലാകാരം ഒരു എൻവലപ്പിലേക്ക് ഇടുന്നത് അറിയാലോ, ആ ഒരു രീതിയിലായിരിക്കും. അതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നോർമലി ഈ ഒരു പുതിയ ബാറ്ററീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽ കവറും ഇലക്ട്രോലൈറ്റും. ഇത് നമ്മൾ ഇതിന്റെ അകത്തുള്ള ഭാഗങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്, അതേപോലെ സെൽ കവറിനെ കുറിച്ച് പറയാനുണ്ട്. സെൽ കവർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമ്മൾ ഇതിലോട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ, നമ്മൾ നോർമലി ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിലുള്ള കവറിനെയാണ് എന്ത് പറയുന്നത് സെൽ കവർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു ബാറ്ററി പെട്ടെന്ന് വിട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര സെല്ലാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ സെൽ കവർ എണ്ണിയാൽ മതി അല്ലെ. നമുക്ക് ഓരോ സെല്ലോട്ടും ഇലക്ട്രോലൈറ്റ് ഒഴിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ഓരോ കവറിൽ ഇങ്ങനെ ഒരു ടോപ്പ് ഉണ്ടായിരിക്കും. സോ ഇത് തുറന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെൽ കവർ ഇതിലോട്ട് ഡിസ്റ്റിൽ വാട്ടർ അകത്തോട്ട് ഒഴുക്കുന്നത്. ആൻഡ് ആൾസോ ദെയർ വിൽ ബി എ വെന്റ് ആൾസോ പ്രൊവൈഡഡ്. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ഗ്യാസിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലൊരു വെന്റ് കൂടി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. സോ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നോർമലി ഇനി ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പറയാം. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഡിസ്റ്റിൽഡ് വാട്ടർ. സൾഫ്യൂരിക് ആസിഡ് ഡിസ്റ്റിൽ വാട്ടറിന്റെയും കൂടി ഒരു സൊല്യൂഷൻ ആണ് എന്ത് പറയുന്നത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ് 1 part of acid and 2 parts of water. അപ്രോക്സിമേറ്റ് 1 part of acid and 2 parts of water by volume അല്ലെ. ഒരു പാർട്ട് നമുക്ക് 2:1 എന്ന് പറയാം. 2 part വാട്ടറും അതേപോലെ 1 part ആസിഡും. 2 പറഞ്ഞ വാട്ടർ ആട്ടോ കൂടുതലുള്ളത്, 2 parts of വാട്ടർ അതേപോലെ 1 part of ആസിഡ് ആണ് നോർമലി എന്ത് ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അതിൽ അതിൻ്റെ ഒരു റൂള് പറയുന്നത് എന്താ വെച്ചാൽ ഒരു കെയർ പോയിന്റ് ആണ്, കെയർ ചെയ്യാനുള്ള പോയിന്റ് ആണ്. ഓൾവേസ് ആഡ് ആസിഡ് സ്ലോലി ടു വാട്ടർ, നെവർ വാട്ടർ ടു ആസിഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ സെൽ കവർ നമ്മൾ പറഞ്ഞു. മോൾഡർ വിത്ത് ഹാർഡ് റബ്ബർ കൊണ്ടാണ് സെൽ കവർ ഉണ്ടാക്കുന്നത്. സീലിംഗ് കണ്ടെയ്നറിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു വെന്റ് മാത്രം അതിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുള്ള മൊത്തം കവറിങ് കേട്ടോ, അതിനാണ് നമ്മൾ നോർമലി സെൽ കവർ എന്ന് പറയുന്നത്. ദർ കണ്ടെയ്ൻസ് വെന്റ് ടു അലോ എക്സ്പ്ലോസീവ് ചാർജിങ് ഗ്യാസസ് ടു എസ്കേപ്പ്. ചാർജ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസിങ്സ് കാര്യങ്ങൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും, അവിടെ ഒരു ജസ്റ്റ് ഒരു വെന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. വലിയ ബാറ്ററി കാണുമ്പോൾ നിങ്ങൾക്ക് ആ വെന്റുകൾ കറക്റ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. നമ്മൾ അത് ഒരു ഷേപ്പ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടതെന്ന് പറയുന്നത് ബാറ്ററി കപ്പാസിറ്റിയും അതേപോലെ ബാറ്ററി റേറ്റിംഗും ആണ്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ബാറ്ററി കപ്പാസിറ്റി ആൻഡ് റേറ്റിംഗ്. എന്തായിരിക്കും കപ്പാസിറ്റി, എന്തായിരിക്കും റേറ്റിംഗ് എന്നില്ല അല്ലെ. നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിലെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഇക്വേഷൻ അത് നമുക്കൊന്ന് ശരിക്കും പഠിക്കണം. നമുക്കിവിടെ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു, നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, ആസിഡ് ഉണ്ട്. ഇത് മൂന്നാണല്ലോ മെയിൻ ആയിട്ട് കണ്ടന്റ്. പോസിറ്റീവ് പ്ലേറ്റ്, പോസിറ്റീവ് പ്ലേറ്റ്, ആസിഡ്, നെഗറ്റീവ് പ്ലേറ്റ്. ഇത് മൂന്നാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അകത്ത് വരുന്ന കെമിക്കൽ റിയാക്ഷൻ ഇത് 2 ഒക്കെ ഇട്ടിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട് ഇക്വേഷന്. അപ്പൊ നമുക്ക് 2 കേസസ് എടുക്കാം. അങ്ങോട്ടുള്ള കേസസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടുള്ള കേസസ് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് അല്ലെ. രണ്ടും അങ്ങോട്ടാണ്. അതായത് ഒരെണ്ണം ചാർജിങ് സ്റ്റേറ്റും അതെണ്ണം അടുത്തൊരെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്ചാർജിങ് സ്റ്റേറ്റും ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായിരിക്കും ചാർജിങ്? ഫോർവേഡ് ഇത് നോർമലി ഇതാണ് നമ്മളുടെ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. അതായത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഈ സൈസ് ഇങ്ങോട്ട് പോകുന്നത് ഡിസ്ചാർജിങ്, അതേപോലെ തന്നെ താഴത്തോട്ട് ഇങ്ങോട്ട് വരുന്നത് ചാർജിങ്. ഇതാണ് നമുക്ക് വരുന്നത് കേട്ടോ, ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. സോ PbO2 നമ്മൾ പോസിറ്റീവ് പ്ലേറ്റിൽ ഉള്ളത് PbO2. ഇത് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നല്ല പറഞ്ഞത് എന്തായിരുന്നു, ലെഡ് പെറോക്സൈഡ് അല്ലെങ്കിൽ ലെഡ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞു അല്ലേ. ഇത് നെഗറ്റീവ് സ്പോഞ്ചി ലെഡ്. അപ്പൊ നമ്മൾ ഓൾറെഡി
പ്രോപ്പർലി ചാർജ് ചെയ്തിരിക്കുന്ന സമയത്ത് ബാറ്ററി ഫുൾ ചാർജ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് പ്ലേറ്റിൽ PbO2 ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റിൽ Pb ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ H2SO4 ഉണ്ട് അല്ലെ, H2SO4 ഉണ്ട്. ഇത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാണ്, ബാറ്ററി ചാർജ് കുറഞ്ഞു, ആ സമയത്ത് അങ്ങോട്ടാകുമ്പോൾ എന്താവും, പോസിറ്റീവ് പ്ലേറ്റ് എന്താവും, ഇത് കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് PbO2 ഇല്ലെങ്കിൽ പകരം PbSO4 ആവും, നെഗറ്റീവ് പ്ലേറ്റ് എന്താവും, PbSO4 ആവും അല്ലെ, അതായത് ലെഡ് സൾഫേറ്റ് ആണ് നമുക്കാകുക. അപ്പൊ PbSO4 ആവും, ഇവിടെയും PbSO4 ആവും. പിന്നെ നമ്മുടെ H2SO4 എന്തായിട്ടുണ്ടാവും, വാട്ടർ ആയിട്ടുണ്ടാവും. H2SO4 വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യണം, നമ്മൾ ജനറേറ്റർ ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യണം, ഡൈനാമോ ഓർ ആൾട്ടർനേറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താവും, നേരെ തിരിച്ചാവും, പോസിറ്റീവ് പ്ലേറ്റിലുള്ള PbSO4 എന്താവും, PbO2 ആയിട്ട് മാറും, നെഗറ്റീവ് പ്ലേറ്റിലുള്ള PbSO4 എന്താവും, Pb ആയിട്ട് മാറും. അതേപോലെ തന്നെ H2 എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, H2SO4 ആയിട്ട് മാറിയിട്ടുണ്ടാവും കേട്ടോ. 2 ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. സോ ഇതാണ് നമ്മളുടെ എന്താ പറയുക ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇവിടെ എഴുതിയോ നോക്കാം. ഡിസ്ചാർജിങ് ഫോർവേഡ് റിയാക്ഷൻ ആണ് ഡിസ്ചാർജിങ്. പ്ലേറ്റ് കൺവേർട്സ് ഇൻ ലെഡ് സൾഫേറ്റ്, പ്ലേറ്റ്സ് എന്താവും ലെഡ് സൾഫേറ്റിലോട്ട് മാറും, ലെഡ് സൾഫേറ്റിലോട്ട് വൈറ്റ്. വാട്ടർ ഈസ് പ്രൊഡ്യൂസർ ഡയലൂട്ടിങ് ദ ആസിഡ് ആൻഡ് ഡ്രോപ്പിംഗ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറാണ് ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. സോ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ PbO2നും Pbക്കും ഒക്കെ കളർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ PbSO4 ആവുന്ന സമയത്ത് അതിന്റെ ഒരു കളറും കൂടി നമ്മൾ ഓർത്തിരിക്കുക, എന്തായിരിക്കും, വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ. ഇത് നമ്മൾ എന്താ പറഞ്ഞത് ഓർമ്മ ഉണ്ടായിരുന്നോ, ഗ്രേ കളർ ആയിരിക്കും. ഇത് ഗ്രേ കളറാണ്. ഇത് നമ്മൾ എന്താ പറഞ്ഞത്, ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് അല്ലെ, ചോക്ലേറ്റിന്റെ ബ്രൗൺ കളർ, ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, കളർ ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. അതിന് റിവേഴ്സ് പ്രോസസ് എന്ന് പറയുന്നത് എന്താവും അല്ലെ, ബ്ലഡ് ഇതിന് നേരെ തിരിച്ച് റിവേഴ്സ് വരുന്ന സമയത്ത് പ്ലേറ്റ് റിവേഴ്സ് ടു ലെഡ് പെറോക്സൈഡ് ആൻഡ് സ്പോഞ്ച് ലെഡ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ് അല്ലെ. വാട്ടർ എന്തായിട്ടാവും, H2SO4 നേർപ്പിച്ച H2SO4 സൾഫ്യൂരിക് ആസിഡ് എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. സോ വാട്ടർ സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ ഗ്യാസിങ്. പ്രോസസ്സിനെ ഗ്യാസിങ് എന്ന് പറയുന്നത് എന്താ, ഗ്രാവിറ്റി റൈസ് ബാക്ക് ടു നോർമലി അതിന്റെ ഗ്രാവിറ്റിയിലോട്ട് തന്നെ വരും. ഗ്രാവിറ്റി എന്താണെന്ന് നമ്മൾ പറയാം കേട്ടോ. നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പറയും. സോ ഇതാണ് എന്താ പറയുന്നത് ബാറ്ററി കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് സെൽ വോൾട്ടേജ്. നമ്മൾ സെല്ലിലെ വോൾട്ടേജ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ്, എന്നെങ്കിലും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മളവിടെ നോട്ടാക്കി കൊടുത്തിട്ടുണ്ടായില്ല, അവിടെ നോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഈസ് ഫുള്ളി ചാർജ് ഫോർ ലെഡ് ആസിഡ് സെൽ ഈസ് 2.1 വോൾട്ട്. അതായത് ഒരു ഫുള്ളി ചാർജ്ഡ് സെല്ലിന്റെ വോൾട്ട് എന്ന് പറയുന്നത് 2.1 വോൾട്ട് ആണ്. ഒരു സെല്ലിൻ്റെത് അല്ലെ, ഒരു സെല്ലിന്റെ 2.1 വോൾട്ട് ആണ്. അപ്പൊ നമ്മൾ സെല്ലിന്റെ കണക്കനുസരിച്ച് 6 സെല്ലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, ഒരു 12 വോൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. 12 വോൾട്ട് മീൻസ് പ്രോപ്പർലി 12.6 വോൾട്ട് ആയിരിക്കും അല്ലെ 6 സെല്ല് ബാറ്ററികൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. സോ വോൾട്ടേജ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി കെമിസ്ട്രി, നോട്ട് പ്ലേറ്റ് സൈസ്. പ്ലേറ്റിന്റെ സൈസ് അനുസരിച്ചല്ല അതിന്റെ വോൾട്ടേജ് വരുന്നത്. ഇനി കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി, ഒരു ബാറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ കറന്റ് ഓഫ് എ ബാറ്ററി ഡെലിവേഴ്സ്. ഒരു ബാറ്ററിയിൽ ടോട്ടൽ എത്രത്തോളം കറന്റ് ഡെലിവർ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെ. ദിസ് ഈസ് ഡിക്റ്റേറ്റഡ് ബൈ ദി നമ്പർ ആൻഡ് ഏരിയ ഓഫ് പ്ലേറ്റ്സ്. അപ്പോൾ ബാറ്ററിന്റെ കപ്പാസിറ്റി പറയുമ്പോൾ ചെറിയ ബാറ്ററി ആണെങ്കിൽ ചെറിയ പ്ലേറ്റ്, ചെറിയ ഏരിയ അതിലുണ്ടാവുള്ളൂ. ചെറിയ പ്ലേറ്റ് ആയിരിക്കും, കുറഞ്ഞ സെല്ലുകൾ, കുറഞ്ഞ നമ്പർ ഓഫ് പ്ലേറ്റ് ആയിരിക്കും, കുറഞ്ഞ ചെറിയ വലിപ്പമല്ല പ്ലേറ്റുകളായിരിക്കും. സോ അതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്തായിരിക്കും, ചെറുതായിരിക്കും. വലുതാവുമ്പോൾ എന്താവും, കുറച്ചുകൂടി വലിയ പ്ലേറ്റുകളാകുമ്പോൾ ബാറ്ററി കപ്പാസിറ്റി കൂടും. സോ അതിൽ ബാറ്ററിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിലെ പ്ലേറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചും പ്ലേറ്റുകളുടെ വലുപ്പത്തിനനുസരിച്ചും ആയിരിക്കും, ഒരിക്കലും സെല്ലുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കൂല കേട്ടോ. സെല്ലിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ബാറ്ററിന്റെ വലുപ്പത്തിനോ അല്ലെങ്കിൽ പ്ലേറ്റുകളുടെ എണ്ണത്തിനോ ബേസ് ചെയ്യണില്ല. നമ്മളുടെ ഈ ഒരു സെല്ലിന്റെ കൗണ്ടിനനുസരിച്ച് ബേസ് ചെയ്തിട്ടായിരിക്കും സെല്ലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ടോട്ടൽ ബാറ്ററിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓരോ സെല്ലിന്റെ വോൾട്ടേജ് കൂടുമ്പോഴാണ് ബാറ്ററിന്റെ വോൾട്ടേജിലോട്ട് എത്തുന്നത്. നെക്സ്റ്റ് നമുക്ക് ബാറ്ററിന്റെ റേറ്റിംഗ്സിലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ 1-2 റേറ്റിംഗ്സ് വരാം. നോർമലി നമ്മൾ പറയാറുള്ളതാണ് 20 ഹവർ റേറ്റ് അല്ലെ, 20 ഹവർ റേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. 20 ഹവർ റേറ്റ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. സോ അതിനാണ് നമ്മൾ എന്താ പറയുക ആംബിയർ അവർ റേറ്റ് എന്ന് പറയുന്നത്. AH ബാറ്ററി, നമ്മൾ ബാറ്ററി വാങ്ങാൻ പോകുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഒരു 12 വോൾട്ട് 150 AH ബാറ്ററി അല്ലെ. നമ്മൾ ഇൻവേർട്ടറിനൊക്കെ വെക്കാൻ പോകുന്ന സമയത്ത് വീട്ടിൽ 12 വോൾട്ട് 150 AH അല്ലെങ്കിൽ 12 വോൾട്ടിന്റെ അതായത് 200 AH ബാറ്ററി അല്ലെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങാറുള്ളത്. 100, 150, 200 ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കാറിനൊക്കെ മേടിക്കാറുണ്ടല്ലോ, കാറിന് മേടിക്കുന്ന സമയത്ത് നമ്മൾ 12 വോൾട്ടിൽ 35 AH ബാറ്ററി അല്ലെ, 35 നോർമലി അല്ലേ. ഇനിയിപ്പോൾ ഒരു ഹൈബ്രിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ 65 AH ബാറ്ററി അല്ലെ, അപ്രോക്സിമേറ്റ്ലി ആണ് ഞാൻ പറഞ്ഞത് 35-65 ഹൈബ്രിഡ് ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഈ AH എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ കപ്പാസിറ്റി ആണ് അല്ലെ. ആംബിയർ ഹവേഴ്സ് എന്നാട്ടോ, ആംബിയർ ഹവേഴ്സ്. എന്താണ് ആംബിയർ ഹവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
എന്തായിരിക്കും ആംബിയർ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം ജസ്റ്റ് എന്താണ് ആംബിയർ അവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു 35 AH ബാറ്ററി ഉണ്ട് എന്ന് വിചാരിക്കാം. 35 AH ബാറ്ററി, അത് 35 ആംബിയർ ഹവേഴ്സ് അല്ലെ. അതായത് ഇതിന്റെ വോൾട്ട് 12 വോൾട്ട് ബാറ്ററിയാണ്. ഇപ്പൊ നമ്മളത് ഫുള്ളി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര 35 ആംബിയറിലാണ് വോൾട്ടേജ് കൊടുക്കുന്നത് എങ്കിൽ അത് എത്ര ഹവേഴ്സ് വർക്ക് ചെയ്യും? 1 ഹവർ ആയിരിക്കും മൊത്തം ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെ. 35 ആംബിയർ കറണ്ട് കൊടുക്കുകയാണ് 1 ഹവറിൽ. ഞാൻ ജസ്റ്റ് 1 ആംബിയർ എനിക്ക് കറണ്ട് ആവശ്യമുള്ളൂ, പുറത്തോട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ അത് എത്ര മണിക്കൂർ വരെ 1 ആംബിയർ വെച്ച് കൊടുക്കാൻ പറ്റും? 35 ഹവർ വരെ കൊടുക്കാൻ പറ്റും. ക്ലിയർ ആയാലോ? ഇതിന്റെ പകുതി ആക്കണമെങ്കിൽ പകുതി ആക്കട്ടോ. 2 ആണെന്നുണ്ടെങ്കിൽ 35ന്റെ പകുതി 17 മണിക്കൂർ വരെ നമുക്ക് അത് ജസ്റ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെയും കൂട്ടാം. സോ ജസ്റ്റ് മനസ്സിലാക്കിയ ആംബിയർ ഹവേഴ്സ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കറന്റ് ഡെലിവേർഡ് കണ്ടിന്യൂസ്ലി ഫോർ 20 ഹവേഴ്സ് ബിഫോർ വോൾട്ടേജ് ഡ്രോപ്സ് ബിലോ 1.75 പെർ സെൽ കേട്ടോ. സോ 20 ഹവേഴ്സ് ബിഫോർ ആണ്. അതാണ് നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിസർവ് കപ്പാസിറ്റി, RC എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ടൈംസ് എ ബാറ്ററി ക്യാൻ സപ്ലൈ 25 ആംസ് ബിഫോർ ഡ്രോപ്പിംഗ് ബിലോ 1.75 വോൾട്ട് പെർ സെല്ല്. അതായത് ഒരു സെല്ലിന്റെ വോൾട്ട് 1.75 താഴത്തോട്ട് വരുന്നത് വരെ അല്ലെ, അതുവരെയാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിക്ക് എത്ര 25 ആംബിയേഴ്സിൽ എത്ര കറണ്ട് നൽകാൻ കഴിയും, അല്ലാതെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ടൈമിനാണ് നമ്മൾ എന്ത് പറയുന്നത് റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൾഡ് ക്രാങ്കിങ് ആംബിയേഴ്സ്, CCA എന്നാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് കൊടുക്കാറുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇതാട്ടോ, ഈ 20 ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ 20 അവർ AH ആണ് നമ്മുടെ അധികം ചോദിക്കാറുള്ളത്. കോൾഡ് ക്രാങ്കിങ് ആംബിയേഴ്സ് എന്ന് പറയുന്നത് കറന്റ് എ ബാറ്ററി ക്യാൻ സപ്ലൈ 0 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 30 seconds വിത്തൗട്ട് ഡ്രോപ്പിംഗ് 1.2 വോൾട്ട് പെർ സെല്ല്. അതാണ് നമ്മളുടെ കോൾഡ് ക്രാങ്കിങ് ആംബിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മെട്രിക് റൂൾ എന്ന് പറഞ്ഞാൽ 1 ആംബിയർ CCA റിക്വയർസ് ഫോർ എവരി 16 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഒരു എഞ്ചിന്റെ ക്രാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇതിൽ വരുന്ന നമ്മൾ പറയുന്ന ഒരു റേറ്റിംഗ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ബാറ്ററി ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്. നമ്മൾ ഗ്രാവിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഇലക്ട്രോലൈറ്റ് ഇതിന്റെ താഴത്തോട്ട് പോകാതെ ഡിസ്ചാർജ് ചെയ്യുക, ചാർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാറ്ററിന്റെ ടെസ്റ്റിംഗ് മെത്തേഡ്, നമ്മളെ ബാറ്ററി പ്രോപ്പർലി കറക്റ്റ് ആണോ, അല്ലെ ബാറ്ററി നല്ല രീതിയിൽ തന്നെയാണോ, അതിലെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്താണ് ബാറ്ററി ടെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് 2 രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പൊ ഇതില് ആദ്യത്തെ ഒരു ടെസ്റ്റ് ആണ് എന്ത് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞോ. ഇതല്ലാതെ ഉണ്ട് നമുക്ക് ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് ഉണ്ട്, കാഡ്മിയം ടെസ്റ്റ് ഉണ്ട്, ഓപ്പൺ വോൾട്ടേജ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഓരോന്നോരോന്ന് പറയാം. സോ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള സ്പെസിഫിക് നമ്മളുടെ ലിക്വിഡിന്റെ, നമ്മുടെ ആസിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർജ് ചെയ്യും ഡിസ്ചാർജ് ചെയ്യും ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുക സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് തന്നെ. നോർമലി നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മളെ സെൽ കവറിന്റെ മുകളിലുള്ള നമ്മൾ ലിക്വിഡ് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കവർ ഉണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, പുറത്തോട്ട് അത് തുറന്നെടുക്കും അല്ലെ. വെന്റൊക്കെ വരുന്ന സംഭവം തുറന്നെടുത്തതിന് ശേഷം ബാറ്ററി സ്ട്രൈറ്റ് പൊസിഷനിൽ തന്നെ വെക്കാം കേട്ടോ. സ്ട്രൈറ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഈ ഹൈഡ്രോമീറ്റർ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോമീറ്റർ അതിന്റെ അകത്തോട്ട് കൊണ്ടുപോയിട്ട് ഹൈഡ്രോമീറ്ററിന്റെ മുകളിൽ ഹൈഡ്രോമീറ്ററിന്റെ ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു ഹൈഡ്രോമീറ്ററിന് ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു ബൾബ് ഉണ്ടായിരിക്കും. ഒരു ബൾബ് അതിനുള്ളിൽ ഒരു ഫ്ലോട്ട് ഉണ്ടായിരിക്കും. ഈ ഫ്ലോട്ടിൽ കളർ കോഡിങ് അനുസരിച്ച് നമുക്ക് ബാറ്ററിയുടെ ഇത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ പിന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ ഇതിലോട്ട് എടുക്കാനുള്ള ട്യൂബ് ഉണ്ടാവും, ഡിപ്പ് ചെയ്യാനുള്ള ട്യൂബ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നമുക്ക് റെഡ്, യെല്ലോ, ഗ്രീന്, വൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്തുണ്ടാവും ഈ ഗ്രാവിറ്റി ഈ ഒരു ഫ്ലോട്ടിൽ കളർ ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നേരെ ഈ ഒരു സെല്ലിന്റെ അകത്തോട്ട് മുക്കുന്നു, ബൾബ് പിടിച്ചിട്ട് പ്രസ് ചെയ്യുന്നു. സോ എന്ത് ചെയ്യും, ഇത് ബൾബ് വിടുന്ന സമയത്ത് ഈ ഇതിനുള്ളിലുള്ള ഇലക്ട്രോലൈറ്റ് നമ്മളുടെ ആസിഡ് H2SO4 ഇതിന്റെ അകത്തോട്ട് കയറുന്നു. അത് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോട്ട് അതിന്റെ അകത്ത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്നു അല്ലെ, ആ ഒരു ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നു. ആ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആ ലിക്വിഡിൽ ഏതിലാണ് ലെവലിലാണോ നിൽക്കുന്നത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റീഡിങ്സ് കാണിക്കുക 1.29 ആയിരിക്കും റീഡിങ്സ് കാണിക്കുക. ഹാഫ് ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ പകുതി ഉള്ളുന്നുണ്ടെങ്കിൽ 1.2 ആയിരിക്കും കാണിക്കുക. കംപ്ലീറ്റ് ഡിസ്ചാർജ് ആണെങ്കിൽ 1.11 റേഞ്ചിലായിരിക്കും നമുക്ക് അതിന്റെ റീഡിങ്സ് കാര്യങ്ങൾ കാണിക്കേണ്ട. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത് ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹൈഡ്രോമീറ്റർ ടെസ്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, നമ്മൾ അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അടുത്തൊരെണ്ണാണെന്ന് പറയുന്നത് ഓപ്പൺ വോൾട്ടേജ് ടെസ്റ്റ്. ഓപ്പൺ വോൾട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വോൾട്ട് മീറ്റർ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാറുള്ളത്.
അപ്പൊ എന്താണ് ഓപ്പൺ വോൾട്ട് ടെസ്റ്റ് നോക്കാം. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല ബാറ്ററികളും എന്തെല്ലാം നമ്മൾ ഈ നോർമലി എന്താണ് സീൽഡ് ബാറ്ററീസ് ആയിരിക്കും, മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററീസ് ആയിരിക്കും. നമ്മൾ SMF ബാറ്ററി എന്നൊക്കെ പറയും, സീൽഡ് മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അല്ലേ. എന്തായിരിക്കും മെയിൻ്റെനൻസ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലിക്വിഡ് ഒഴിക്കേണ്ട ടൈപ്പ് ബാറ്ററി അല്ല എന്ന് വിചാരിക്കുക, അത് പ്രോപ്പർലി സീൽഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴേ നടത്താൻ പറ്റുള്ളൂ, നമുക്ക് മുകളിൽ തുറന്നു കഴിഞ്ഞ് നമ്മളെ ഹൈഡ്രോമീറ്റർ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റ് നടത്താൻ വേണ്ടി ഹൈഡ്രോമീറ്റർ അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററികൾക്ക് വേണ്ടിയിട്ട്, അതായത് സീൽഡ് ബാറ്ററികൾക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പൺ വോൾട്ട് ടെസ്റ്റ് നടത്തുന്നത്. നോർമൽ വോൾട്ട് മീറ്റർ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്റർ, ആ വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ടെസ്റ്റ് നടത്തുക. അപ്പോൾ നോർമലി നമ്മളിത് ഓടി വന്ന ഉടനെ അല്ലെങ്കിൽ വാഹനം അങ്ങനെ നമുക്കൊരു ഇതിന്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാനേക്കാളും നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സർഫസ് ചാർജ് ഉണ്ട്. ഈ സർഫസ് ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഒരു 1 മിനിറ്റ് ഓൺ ആക്കിയിടും. ഹെഡ്ലൈറ്റ് 1 മിനിറ്റ് ഓൺ ആക്കിയിടും. ആ ഓൺ ആക്കിയിട്ടതിന് ശേഷം അത് എന്ത് ചെയ്യും, ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അതായത് ഇഗ്നിഷൻ ഓഫ് ചെയ്ത് ഫുൾ സാധനങ്ങൾ ബാറ്ററി വന്ന് എന്ത് ചെയ്യണം, ഓഫ് ആകണം എന്നാണ് അർത്ഥം. അതിന് ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ആ 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം ഹെഡ്ലൈറ്റ് 1 മിനിറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് പിന്നെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് വാഹനം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ട് മീറ്റർ കൊണ്ട് നമ്മളെ ബാറ്ററിയിലെ ചാർജ് അളക്കുന്നു. അപ്പോൾ നോർമലി ഇതിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി ചാർജഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സെല്ലിന് നമുക്ക് 2.1 വോൾട്ട് തന്നെ കാണിക്കണം. പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ ഫുള്ളി ചാർജഡ് ആണെങ്കിൽ ഒരു സെല്ലിന് 2.1 വോൾട്ട് തന്നെ നമുക്ക് കാണിക്കണം അല്ലേ. അപ്പോൾ ഫുള്ളി ചാർജഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 12.6 വോൾട്ട് ആയിരിക്കും കാണിക്കുക. 12.6 എന്ന് പറഞ്ഞാൽ ഒരു 12 വോൾട്ട് ബാറ്ററിക്ക് നമുക്കറിയാലോ, 2.1 ആണെങ്കിൽ ഫുൾ ചാർജിന് 12.6 കാണിക്കും, ഹാഫ് ചാർജിനാണെങ്കിൽ 12.2 കാണിക്കും, ഡിസ്ചാർജിനാണെങ്കിൽ 11.9 കാണിക്കും. അതാണ് നമുക്ക് നല്ലത് ഈ ഓപ്പൺ വോൾട്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ചെയ്യുന്നൊരു മെത്തേഡാണ് പറയേണ്ടത്. നമ്മൾ സർഫസ് സർഫസ് ചാർജ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ആൻഡ് ആൾസോ സീൽഡ് ആയിട്ടുള്ള ബാറ്ററികളിലാണ് നമ്മൾ ഓപ്പൺ വോൾട്ട് ടെസ്റ്റ് നോർമലി ചെയ്യാറുള്ളത്, നമുക്ക് മറ്റേ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. ദെൻ നെക്സ്റ്റ് അടുത്ത രണ്ടാണ് ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ. എങ്ങനെയാണ് ഒരു ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ. അതിന് നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഹൈ ഡിസ്ചാർജ് ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഡ് ടെസ്റ്റർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയാം കേട്ടോ. സോ സിമുലേറ്റ് ദ മാസീവ് കറന്റ് ഡ്രോ ഓഫ് എ സ്റ്റാർട്ടിംഗ് മോട്ടർ ടു ടെസ്റ്റ് പെർഫോമൻസ് അണ്ടർ ലോഡ്. നമ്മൾ ലോഡിലുള്ള സമയത്ത് സ്റ്റാർട്ടിംഗ് മോട്ടറിന് എടുക്കുന്ന കറണ്ടിന്റെ അല്ലെ അതൊക്കെ നോക്കുന്ന വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആദ്യം 1-2 പ്രോസസ് ഉണ്ട്, ഒരു 4 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെരിഫൈ ദ ചാർജ് സ്റ്റേറ്റ്. നമ്മളെ ബാറ്ററി മിനിമം ഒരു ഹാഫ് ചാർജെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ഡെഡ് ആയിട്ടുള്ള ബാറ്ററിയിൽ കയറിക്കാണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് ചെയ്യരുത്. രണ്ടാമത്തെ അപ്ലൈ ദ ടെസ്റ്റർ. നമ്മൾ ഈ ടെസ്റ്റർ ഉണ്ടല്ലോ, ഈ ടെസ്റ്റർ ഓൾറെഡി സെല്ലിന്റെ ടെർമിനൽസിൽ കണക്ട് ചെയ്തിട്ട് ഹൈ കറണ്ട്, അതായത് 150 to 200 ആംപിയേഴ്സിലൊക്കെ ഹൈ കറണ്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുള്ളിയാണ് അതിൽ നിന്ന് വലിക്കുകയാണ്. സോ അതാണ് എന്ത് പറയുന്നത്. സോ ഇത് എന്ന് പറയുന്നത് ഒരു 5 to 10 സെക്കൻഡ്സ് എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സ് തുടങ്ങുന്നു. ഒരു 15 സെക്കൻഡ്സിന് മുകളിലോട്ട് പോയത്, 15 സെക്കൻഡ്സിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി ഫുള്ളി എന്ത് ചെയ്യും, ഹാഫ് ചാർജർ ബാറ്ററി എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ഡാമേജ് ആയിട്ട് പോകും. ദെൻ ഇത് ഒരു 5 to 10 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, സെല്ലിന്റെ വോൾട്ടേജ് 1.5 വോൾട്ടിനേക്കാളും താഴുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, സെല്ലിന്റെ വോൾട്ടേജിൽ ഡിഫറൻസ് 0.2 വോൾട്സ് ഒക്കെ 0.2 വോൾട്സിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. 0.2 വോൾട്സിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് തന്നെ. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത ഒരെണ്ണാണ് കാഡ്മിയം ടെസ്റ്റ്. ഇതൊരു കാഡ്മിയം ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നോർമലി കാഡ്മിയം ടെസ്റ്റ് കേട്ടോ. എന്താണ് അതിന് ചെയ്യുന്നത്, യൂസ് എ കാഡ്മിയം റോഡ് ടു ടെസ്റ്റ് ഇന്റേണൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്ലേറ്റ്സ് വൈൽ ബാറ്ററി ഈസ് ആക്റ്റീവ്ലി ചാർജിങ് ഓർ ഡിസ്ചാർജിങ്. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തോ നമുക്ക് എന്താണ് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റിന്റെ കണ്ടീഷൻ, നമ്മുടെ പ്ലേറ്റുകളുടെ കണ്ടീഷൻ, കെമിക്കൽ കണ്ടീഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് കേട്ടോ. സോ സാധാരണ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാഡ്മിയം റോഡ് നമ്മളുടെ ഈ ഒരു ഇതിലോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അത് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാഡ്മിയം ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് ചാർജിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ചാർജിങ് മെത്തേഡ്. നമ്മളൊരു ബാറ്ററി എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബാറ്ററി എന്തെല്ലാം രീതിയിൽ ചാർജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. സ്ലോ റേറ്റിൽ ചാർജ് ചെയ്യുക. നമ്മൾ നോർമലി ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ടേക്ക് ടു 12 to 20 hours, ഒരു 12 മുതൽ 20 മണിക്കൂർ 24 മണിക്കൂർ വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കും. ചാർജിങ് കറന്റ് ഈസ് ടിപ്പിക്കലി ടു സെറ്റ് എ ഹാഫ് നമ്പർ ഓഫ് പ്ലേറ്റ്സ് പെർ സെൽ 1/10 ഓഫ് എച്ച് റേറ്റിംഗ്, നോർമലി ചെയ്യുന്ന മെത്തേഡ്. ദെൻ നെക്സ്റ്റ് ക്വിക്ക് റേറ്റ് ചാർജിങ്. ക്വിക്ക് റേറ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഹൈ കറന്റ് അൺടിൽ 80% ഈസ് ചാർജ്, ടേക്സ് 1 hour, റിഗോറിയസ് മോണിറ്ററിംഗ് ടു പ്രിവെന്റ് ഓവർ ഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ 80% വരെ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഹൈ കറണ്ട് പാസ് ചെയ്ത് ചാർജ് ചെയ്യിപ്പിക്കുന്നതിനാണ് ക്വിക്ക് റേറ്റ് ചാർജിങ് എന്ന് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാറ്ററി ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ സ്ലോ ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലേ, നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറയലുണ്ട് ഒരു ഓപ്പൺ സ്പേസിൽ മാത്രം വെച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. അതേമാതിരി തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാറ്ററി പോയിട്ട് ഇത് ചാർജ് കൂടുതലായിട്ട് ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് രണ്ടാണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത് അല്ലേ. വെരി ലോ കറന്റ് 5% ഓഫ് നോർമൽ യൂസ് ടു മെയിൻറ്റെയിൻ ബാറ്ററീസ് ഇൻ സ്റ്റോറേജ് ആൻഡ് ഷോറൂം വെഹിക്കിൾസ്. അപ്പോൾ വളരെ കുറഞ്ഞ ചാർജ്, ലോ കറണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താണ് ട്രിക്കിൾ ചാർജിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്രൂഷ്യൽ റൂള്. അതിൽ ഇത് നമുക്കിപ്പോൾ പറയാനുള്ള ഈ 3 ചാർജിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, മോണിറ്റർ ടെമ്പറേച്ചർ എപ്പോഴും എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. ഇഫ് ഇലക്ട്രോലൈറ്റ് എക്സീഡ്സ് 55 degree Celsius ഡിസ്കണ്ടിന്യൂ ചാർജിങ് ഇമ്മീഡിയറ്റ്ലി അൺടിൽ ഇറ്റ് കൂൾസ്. ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചർ ഒരു 55 degree Celsius മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് നമുക്ക് നോക്കുന്ന അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചാർജിങ് നിർത്തിയിട്ട് ഇലക്ട്രോലൈറ്റ് കൂൾ ആകുന്നത് വെയിറ്റ് ചെയ്യണം. ദെൻ അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത് ചാർജിങ് പ്രൊസീജിയറിൽ പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് കോമൺ ഡിഫക്ട്സ്. നമ്മളുടെ ബാറ്ററിക്ക് വരുന്ന കോമൺ ഡിഫക്ട്സ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് സെൽഫ് ഡിസ്ചാർജ്. ബാറ്ററിക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ, എന്താണ് സെൽഫായിട്ട് ഡിസ്ചാർജ് ആകുക, പെട്ടെന്ന് ഡിസ്ചാർജ് ആകുന്നത്. അതായത് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3% പെർ ഡേ, ഒരു ദിവസം 3% മുകളിലൊക്കെ ഡിസ്ചാർജ് ആകുക. നമ്മൾ എന്തായാലും ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്ററിക്ക് നമ്മൾ ഉപയോഗിക്കാതെ ഇടുമ്പോൾ അതിനൊരു ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ ഒരു 3% കൂടുതൽ ഒരു ഡേ ഡിസ്ചാർജ് ആകുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് നമ്മളെ ലിമിറ്റിൽ കൂടുതൽ ഡിസ്ചാർജ് ആണെന്ന് മനസ്സിലാക്കണം അല്ലെ. അതിന്റെ കാരണങ്ങൾ എന്തായിരിക്കും, കോസ്ഡ് ബൈ ഡേർട്ട്, ടാപ്പ് വാട്ടർ ഇമ്പ്യൂരിറ്റീസ് ഓർ ആസിഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇതിനൊക്കെ കാരണമുണ്ട്. റെമഡി എന്ന് പറയുന്നത് ഡിസ്ചാർജ് 1.2 വോൾട്ട് പെർ സെൽ, ഡ്രെയിൻ ഫ്ലഷ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ, റീഫിൽ ആൻഡ് റീചാർജ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ളത് സെല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഡ്രെയിൻ ചെയ്തിട്ട് ഫ്ലഷ് ചെയ്തിട്ട് വീണ്ടും പുതിയ ഡിസ്റ്റിൽഡ് വാട്ടറും കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അത് ചെയ്യാൻ. അതാണ് നമ്മളുടെ റാപ്പിഡ് സെൽഫ് ഡിസ്ചാർജ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സൾഫേഷൻ. നമ്മളെ ഈ ബാറ്ററിന്റെ പ്ലേറ്റുകൾക്കും കാര്യങ്ങൾക്കും സംഭവിക്കുന്ന ഒരു സംഭവമാണ് സൾഫേഷൻ എന്ന് പറയുന്നത്. ഹാർഡ് വൈറ്റ് ക്രിസ്റ്റൽസ് ഫോം വെൻ ബാറ്ററി ഈസ് ലെഫ്റ്റ് ഇൻ എ ഡിസ്ചാർജ് സ്റ്റേറ്റ്. നമ്മൾ ബാറ്ററി ഡിസ്ചാർജ് ചെയ്ത അവസ്ഥയിൽ, അതായത് ബാറ്ററിയുടെ ചാർജ് ഫുള്ള് കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അല്ലെ, ഒരു ബാറ്ററിയിൽ ഒരു വൈറ്റ് ക്രിസ്റ്റൽസ്, ഹാർഡായിട്ടുള്ള ഒരു വൈറ്റ് ക്രിസ്റ്റൽസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, സോ അതിനാണ് നമ്മൾ എന്താ പറയുക, ബാറ്ററി സൾഫേഷൻ സംഭവിച്ചു എന്ന് പറയുന്നത്. സോ ഇൻക്രീസസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ആൻഡ് റപ്ചേഴ്സ് ഗ്രിഡ്സ്. നമ്മൾ അതിന്റെ അകത്തുള്ള നമ്മളെ ബാറ്ററിന്റെ പ്ലേറ്റ്സിന്റെ അകത്തുള്ള ചാർജിങ് സമയത്തുള്ള ഇന്റർണൽ റെസിസ്റ്റൻസ് കാര്യങ്ങൾ ഇൻക്രീസ് ആവും. ആൻഡ് ആൾസോ ഈ ഗ്രിഡുകൾ ഉണ്ടല്ലോ, നമ്മൾ പ്ലേറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ലെഡൊക്കെ പൂശിച്ചിരിക്കുന്നത് ഒരു ഗ്രിഡിലാണല്ലോ. സോ ഈ ഗ്രിഡുകൾ ഫെയിലിയർ ആകാൻ, അതായത് പൊട്ടിപ്പോകാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള, പൊട്ടിപ്പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് ആകാനുള്ള സാധ്യതയും കാര്യങ്ങളും കൂടും. ദെൻ നെക്സ്റ്റ് അടുത്തൊരെണ്ണാണ് ഓവർ ചാർജിങ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്നത് ഓവർ ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണ്, അതൊരു ഡിഫക്റ്റ് ആണ്. ബോയിൽസ് away water, damage positive place and leaves dark residue under vent plugs. Vent plugsലൊക്കെ ഡാർക്ക് ആയിട്ടുള്ള റെസിഡ്യൂ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫോം ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പോസിറ്റീവ് പ്ലേറ്റ്സ് കാര്യങ്ങൾ ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ വാട്ടേഴ്സ്, നമ്മളതിലുള്ള വാട്ടർ എന്തായിട്ടുണ്ടാവും, ബോയിൽ ആയിക്കാണ്ട് വേപ്പറായിട്ട് കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓവർ ചാർജ് ആയി കഴിഞ്ഞാൽ. യൂഷ്വലി ഇൻഡിക്കേറ്റ്സ് എ ഫോൾട്ടി ഓൾട്ടർനേറ്റർ ഓർ റെഗുലേറ്റർ. നമ്മൾ റെഗുലേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിനോ റെഗുലേറ്ററിനൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ആൾട്ടർനേറ്ററിനല്ല റെഗുലേറ്ററിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു നിശ്ചിത ചാർജിങ്ങിന്റെ കൂടുതൽ വോൾട്ടേജ് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൽ അതായത് ഒരു 12 വോൾട്ട് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരു 12.6 വോൾട്ട് ആണ് ബാറ്ററി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 14.8 വോൾട്ട് വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കണക്കാക്കാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ
വേണ്ടിയിട്ടാണ്. സോ ഈ 14 വോൾട്ടിന് ഗ്രേറ്റർ താൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അത് ഓവർ ചാർജിങ് ആവും. അപ്പോൾ ആ റെഗുലേറ്ററിന് കംപ്ലൈന്റ് ആയ എന്ത് ചെയ്യും, ഈ 14 റെഗുലേറ്റർ അതിനെ പിടിച്ചു നിർത്തൂല, ഇത് കൂടുതൽ എങ്ങനെ ചാർജ് കൊടുത്തുകൊടുക്കും, ഓവറായിട്ട് വോൾട്ട് കൊടുക്കും. സോ അത് എന്ത് ചെയ്യും, ഓവർ ചാർജിന് കാരണമാവും, ബാറ്ററി ഡാമേജ് ചെയ്യാൻ കാരണം കേട്ടോ. നെക്സ്റ്റ് അടുത്തൊരെണ്ണാണ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട്. ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട് ആണ് കോസ്ഡ് ബൈ ദി ഡാമേജിങ് സെപ്പറേറ്റേഴ്സ് ഓർ ഷെഡ് ആക്റ്റീവ് മെറ്റീരിയൽസ് ഫില്ലിംഗ് അപ്പ് അറ്റ് ദി ബോട്ടം. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷോർട്ട് സർക്യൂട്ട്സും കാര്യങ്ങളാണ് ഇത് അല്ലെ. സെപ്പറേറ്റേഴ്സ് നമുക്ക് പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് വെക്കുന്നതിന്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റേഴ്സ് വെക്കുന്നുണ്ട്. സോ ഈ സെപ്പറേറ്റേഴ്സിന് ഡാമേജ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് താഴെ വന്നിട്ട് അടിയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കണ്ടെയ്നർ എടുക്കുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അതിൻ്റെ കണ്ടെയ്നറിന്റെ അടിയിൽ ഒരു ബ്രിഡ്ജ് അല്ലെങ്കിൽ റിബ്സ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കണ്ടെയ്നറിന്റെ അകത്ത് തന്നെ. അതിന്റെ മുകളിലാണ് നമ്മൾ പ്ലേറ്റ് വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഷോർട്ട് സർക്യൂട്ട്, അതൊക്കെ പ്രോപ്പർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടിനും കാര്യങ്ങൾക്കും കാരണമാകും. നെക്സ്റ്റ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററി. നമ്മളൊരു ബാറ്ററിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയാം. ക്ലീൻ ടെർമിനൽസ് വിത്ത് എ വീക്ക് അമോണിയ ഓർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ ടു ന്യൂട്രലൈസ്ഡ് ആസിഡ്. ഡു നോട്ട് ലെറ്റ് ദ സൊല്യൂഷൻ എൻ്റർ ടു ദി സെൽ. നമ്മൾ ടെർമിനൽസ് അപ്പോൾ എന്ത് ചെയ്യണം, ക്ലീൻ ആക്കി വെക്കണം അല്ലെ. അതിന് നമുക്കൊരു വീക്ക് അമോണിയ ആയിട്ടോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ സൊല്യൂഷനോ ഉണ്ടാക്കിയാണെന്നല്ലേ നമ്മൾ ടെർമിനൽ ഗ്രീസിംഗ് എന്നാണ് നോർമലി നമ്മൾ അതിന് പറയാറുള്ളത്. വേർഡ് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് ടെർമിനൽ ഗ്രീസ് ചെയ്യുക എന്നാണ് പറയാറ് അല്ലേ. നമ്മൾ വാഹനമൊക്കെ റിപ്പയറിങ്ങിന് പോകുന്ന വാഹനമൊക്കെ സർവീസിന് പോകുന്ന സമയത്ത് ടെർമിനൽ ഗ്രീസിംഗ് ഒക്കെ ചെയ്തിട്ടാണ് സർവീസിൽ നിന്ന് പുറത്തോട്ട് ഇറക്കാറുള്ളത്. സോ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് ബാറ്ററിന്റെ സെല്ലിന്റെ അകത്തോട്ടാകരുത്. അതാകുന്നത് നമ്മൾ എന്ത് ചെയ്യണം, കെയർ ചെയ്യുകയും വേണം. ദെൻ ഫ്ലഷ് വിത്ത് ക്ലീൻ വാട്ടർ, ഡ്രൈ ആൻഡ് ടൈറ്റൻ കണക്ടേഴ്സ് അല്ലെ. ദെൻ ഇപ്പൊ പറഞ്ഞത് ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലീൻ വാട്ടർ കൊണ്ട് നമുക്ക് ഫ്ലഷ് ചെയ്തിട്ട് കണക്ടറുകൾ, അതിന്റെ മുകളിലുള്ള കണക്ടറുകൾ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ കണക്ടേഴ്സ് ഒക്കെ ടൈറ്റൻ ചെയ്യണം. ദെൻ അപ്ലൈ പെട്രോളിയം ജെല്ലി നോട്ട് ഗ്രീസ്. ഇതാണ് നമ്മൾ നോർമലി തേക്കാറ് ടെർമിനൽ ഗ്രീസിൽ. അപ്പോൾ പെട്രോളിയം ജെല്ലി നോട്ട് ഗ്രീസ് ടു ടെർമിനൽസ് ടു പ്രിവെന്റ് ഓക്സിഡൈസേഷൻ. ടെർമിനൽ ഓക്സിഡൈസേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്രോളിയം ജെല്ലി ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ടെർമിനൽ ഗ്രീസിംഗ് എന്നാണ് നമ്മൾ നോർമലി വേർഡ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഗ്രീസ് അല്ല, പെട്രോളിയം ജെല്ലിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ടോപ്പ് അപ്പ് വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ഓൺലി യൂസിങ് ഗ്ലാസ് ഓർ എർത്തൻവെയർ ഫണൽസ്. അപ്പൊ നമ്മൾ എന്താ അതിൻ്റെ ഒരു സെല്ലിന്റെ അകത്തോട്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. സോ അതാണ് എന്ത് പറയുന്നത് ബാറ്ററിയുടെ മെയിൻ്റെനൻസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് അടുത്തൊരു പോയിന്റ് ആണ് നമുക്ക് എന്താ പറയുക, ജമ്പ് സ്റ്റാർട്ടിങ്. നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞു പോയ സമയങ്ങളിൽ എവിടെയോ ഒരിടത്ത് പറഞ്ഞിരുന്നു ജമ്പ് സ്റ്റാർട്ടിങ്. നമ്മൾ ഏതാണെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു, നമ്മൾ നോർമലി ലെഡ് ആസിഡ് ബാറ്ററി കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മറ്റൊരു ബാറ്ററി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ജമ്പ് സ്റ്റാർട്ടിങ് നമുക്ക് പറ്റാത്തൊരു ബാറ്ററിയാണ് മെയിൻ്റെനൻസ് ഫ്രീ ബാറ്ററി എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. സോ നോർമലി നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററിക്കൊക്കെ നമുക്ക് വാഹനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു ജമ്പ് സ്റ്റാർട്ടിങ്ങിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് നമ്മളെ ബാറ്ററി പെട്ടെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കാലപ്പഴക്കം കൊണ്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളെ വാഹനം എവിടെയെങ്കിലും കുടുങ്ങും. നമ്മൾ എന്ത് ചെയ്യും അല്ലെ, ഒരു സർവീസിന്നോ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരൻ്റെയോ ആരെങ്കിലും വണ്ടി വിളിച്ചിട്ട് നമുക്ക് ജമ്പിങ് സ്റ്റാർട്ട് കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. സോ എങ്ങനെയാണ് ഒരു ജമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ജമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട ഒറ്റൊരു കാര്യം, ആ കാര്യമാണ് നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടത് കേട്ടോ. സോ ഫസ്റ്റ് വന്ന പൊസിഷൻ ആൻഡ് സെക്യൂർ. അതായത് എന്താണ്, രണ്ട് വാഹനങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് നിർത്തണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, ടച്ച് ചെയ്ത് നിർത്തരുത്. രണ്ട് വാഹനത്തെയും ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ന്യൂട്രൽ ഇട്ടിട്ടാണ് നമുക്ക് കണ്ട് ടോൺ ഓഫ് ഓൾ ഇലക്ട്രിക്കൽ ആക്സസറീസ്, എല്ലാ ഇലക്ട്രിക്കൽ ആക്സസറീസും കാര്യങ്ങളും ഓഫ് ചെയ്യണം. ദെൻ കണക്ട് പോസിറ്റീവ് ടെർമിനലാണ് നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത്. നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ റെഡ് ആണ് കൊടുക്കാറുള്ളത്, നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ നോർമലി ബ്ലാക്ക് ആണ് കൊടുക്കാറുള്ളത്. സോ കണക്ട് വൺ ജമ്പർ കേബിൾ ഓഫ് ദി പോസിറ്റീവ് ടെർമിനൽ ടു ദി ഡോണർ ബാറ്ററി, ദെൻ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ഡെഡ് ബാറ്ററി. ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ആരാണോ നൽകുന്ന ബാറ്ററി. ഇവിടെ നമുക്ക് ഡോണർ ബാറ്ററി ആയിട്ട് നമുക്ക് ലൈവ് ബാറ്ററി എടുക്കാം. ഈ ലൈവ് ആണ് നമ്മളെ ഡോണർ എന്ന് പറയുന്നത് അല്ലെ, നൽകണം. മറ്റേത് ഇതാണ് ഡെഡ് ബാറ്ററി, ഡെഡ് ആണ് ഇയാൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലോട്ട് പോസിറ്റീവ് ടെർമിനൽ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു അല്ലെ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കണക്ട് നെഗറ്റീവ് ഓൺ ദി ഗ്രൗണ്ട്. അത് നെഗറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമ്മൾ നെഗറ്റീവ് ടു നെഗറ്റീവ് കണക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് എന്ത് ചെയ്യാറുണ്ട്, മറ്റേ വാഹനത്തിന്റെ ബോഡിയിലോട്ട് എവിടെയെങ്കിലും ഗ്രൗണ്ട് ചെയ്യാറുണ്ട് കേട്ടോ. കണക്ട് ദ സെക്കൻഡ് കേബിൾ ഓഫ് ദി നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി ഡോണർ ബാറ്ററി, connect the other end of the sold engine ground or dead vehicle away from the battery. Never connect directly to battery negative terminal. ബാറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലോട്ട് ഡയറക്ട്ലി എന്ത് ചെയ്യരുത്, കണക്ട് ചെയ്യരുത് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ് ചെയ്യുന്ന ആളുകളുണ്ട്, നെഗറ്റീവ് ഇട്ടിട്ട് ബോഡിയിലോട്ട് കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്. ബോഡിയിൽ പ്രോപ്പറായിട്ട് എർത്ത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണെന്ന് പറയുന്നത് കേട്ടോ. ദെൻ സ്റ്റാർട്ട് എഞ്ചിൻസ്, നമ്മളെ ഈ ഒരു ലൈവ് ആയിട്ടുള്ള ബാറ്ററിന്റെ എഞ്ചിൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ഡെഡ് ആയിട്ടുള്ള എഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ദെൻ റിമൂവ് ദി കേബിൾ ഇൻ റിവേഴ്സ് ഓർഡർ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് എങ്ങനെയാണോ
അതിന്റെ നേരെ റിവേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പോസിറ്റീവ് കേബിളാണ് ഫിറ്റ് ചെയ്തത്, പിന്നെ നെഗറ്റീവ് ആണ് ഫിറ്റ് ചെയ്തത്. നമ്മൾ അഴിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യണം? ആദ്യം നെഗറ്റീവ് അഴിക്കണം, പിന്നെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോസിറ്റീവ് അഴിക്കേണ്ടത്. അത് നെഗറ്റീവ് അഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വാഹനം ഒരു 10 to 15 minutes വാഹനം എന്ത് ചെയ്യുക? റൺ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഐഡലിംഗ് കണ്ടീഷനിൽ ഇടുക. വണ്ടി റൺ ചെയ്താലാണോ നമുക്ക് ബാറ്ററിയിലായിട്ട് ചാർജ് കയറുള്ളൂ. സോ അങ്ങനെ ഇടുക. ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത് ജമ്പ് സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെഗറ്റീവ് ആണ് ഫസ്റ്റ് വരേണ്ടത്, ദെൻ ടു പോസിറ്റീവ്. ആ കാര്യം ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ ഇനി നമ്മൾ ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാറ്ററിയെ കുറിച്ച് സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ പോവാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ബാറ്ററികൾ ഓരോന്നോരോന്ന് എങ്ങനെ വരുന്നത്. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി പറഞ്ഞു അല്ലെ. ലെഡ് ആസിഡ് ബാറ്ററിയാണ് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞത്. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ആയിരിക്കും കൂടുതലായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതും. പക്ഷെ നമ്മൾ ഓപ്ഷൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ എന്ത് ഉണ്ടാവും? 3-4 ഓപ്ഷൻസ് മറ്റ് അതർ ബാറ്ററീസ് വരാറുണ്ട്. നമുക്ക് ആൻസർ ലെഡ് ആസിഡ് ബാറ്ററി ആയിരിക്കും നോർമലി, അല്ലെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി ആയിരിക്കും. ഇപ്പോഴത്തെ ഹൈബ്രിഡ് വെഹിക്കിൾസും ഇലക്ട്രിക്കൽ വെഹിക്കിൾസും കൂടി നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ലിഥിയം അയൺ ബാറ്ററി കൂടി വരാം. പക്ഷെ അതിനല്ലാതെ അതിന്റെ കൂടെ തന്നെ ഓപ്ഷൻസിൽ വേറെ കുറച്ച് ബാറ്ററീസിന്റെ പേരും വരുമ്പോൾ നമുക്ക് അത് എന്താണെന്നില്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് സിംപ്ലി പറയാണ്. കൂടുതൽ അതിന്റെ കെമിക്കൽ റിയാക്ഷനിലോട്ടും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും പോകുന്നില്ല. സിംപ്ലി പറയണം 1-2 കാര്യങ്ങൾ. ഒന്ന് ആൽക്കലൈൻ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറയാം. ചെറിയ ബാറ്ററിയിലാണ് നമ്മൾ സാധാരണ പെൻസിൽ ബാറ്ററി വാങ്ങാറുണ്ട് അല്ലെ, നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ കുറച്ചും കൂടി പവർ കൂടിയ ബാറ്ററി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കലൈൻ ബാറ്ററി വാങ്ങും. ആൽക്കലൈൻ നെയ്തിയ ബാറ്ററി നമുക്ക് കിട്ടും. നിക്കൽ കാഡ്മിയം ബാറ്ററിയാണ് നോർമലി ഉപയോഗിക്കുന്നത്. അതിന്റെ പോസിറ്റീവില് നിക്കൽ ഹൈഡ്രോക്സൈഡ് ആയിരിക്കും പോസിറ്റീവിൽ വരുന്നത് അല്ലെ. കാഡ്മിയം ഓക്സൈഡ് ആയിരിക്കും നെഗറ്റീവിൽ വരുന്നത്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിരിക്കും അതിന്റെ ഇലക്ട്രോലൈറ്റ്. ജസ്റ്റ് കാര്യം എടുത്താൽ മതി. നമ്മൾ ലെഡ് ആസിഡ് നമുക്ക് അറിയാലോ. അതേപോലെ തന്നെ നിക്കൽ കാഡ്മിയമിൽ നിക്കൽ ഹൈഡ്രോക്സൈഡ് പോസിറ്റീവില്, അതേപോലെ കാഡ്മിയം ഓക്സൈഡ് നെഗറ്റീവില്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റിൽ. ഇതാണ് നിക്കൽ കാഡ്മിയം ബാറ്ററിന്റെ കേസിൽ വരുന്നത്. ദെൻ ഇലക്ട്രോലൈറ്റ് ഡു നോട്ട് പാർട്ടേക്ക് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സ്പെസിഫിക് ഗ്രാവിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് 1.20 റിഗാർഡ്ലെസ് ഓഫ് ചാർജ് സ്റ്റേറ്റ്. വെരി ഡ്യൂറബിൾ 10 to 15 years ലൈഫ് സ്പാൻ ഓഫ് സെൽ വോൾട്ടേജ് 1.2 വോൾട്ടേജ് അറ്റ് ഹൈ കോസ്റ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ സെല്ലിന്റെ പോലെ തന്നെയാണ്. സെല്ലിന് 1.2 വോൾട്ട് കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും എന്തായിരിക്കും? 1.20 കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് മറ്റു ബാറ്ററിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ലൈഫ് സ്പാൻ എന്തായിരിക്കും? കുറച്ചുകൂടി കൂടുതലായിരിക്കും. നമ്മളെ ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇത് എന്ത് ടൈപ്പ് ബാറ്ററിയാണ് എന്നുള്ളത്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ബാറ്ററീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പല ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഒരെണ്ണമാണ് സിങ്ക് എയർ ബാറ്ററി എന്ന് പറയുന്നത്. അടുത്തൊരെണ്ണമാണ് സിങ്ക് എയർ ബാറ്ററി എന്ന് പറയുന്നത്. പുൾസ് എനർജി ഫ്രം ഇന്റേണൽ സിങ്ക് ആൻഡ് atmospheric oxygen. High energy density but degrades quickly once avoided to air due to carbon dioxide forming carbonides. ഇപ്പൊ നെക്സ്റ്റ് ഒരെണ്ണമാണ് സിങ്ക് എയർ ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. അതായത് എനർജി ഇന്റേണൽ അറ്റ്മോസ്ഫിയർ എന്നല്ല, ഇന്റേണൽ എനർജി സിങ്കിന്റെയും ഓക്സിജനും കൂടി കൂടിയിട്ടില്ല. അതാണ് എയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ്മോസ്ഫിയറിലുള്ള എയർ എടുക്കുന്നു എന്നാണ്. നമുക്ക് ഓക്സൈഡ്സ് ആണ് എടുക്കുന്നത്, ഓക്സിജൻ ആണ് എടുക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉള്ള ഒരു ബാറ്ററിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിങ്ക് എയർ ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഒരെണ്ണമാണ് എന്ത് പറയുന്നത്? നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി. നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി തന്നെ NiMH എന്നാണ് നമ്മൾ നോർമലി പറയാറുള്ളത്. NiMH, നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററി. സോ റീപ്ലേസസ് ടോക്സിക് കാഡ്മിയം വിത്ത് എ ഹൈഡ്രജൻ അബ്സോർബിംഗ് അലോയ്. നമ്മൾ ഈ കാഡ്മിയം എന്ന് പറയുന്നത് ടോക്സിക് മെറ്റീരിയൽ ആണ്. സോ അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? അബ്സോർബിംഗ് അലോയ് ആക്കുന്നു. നമ്മൾ നിക്കൽ കാഡ്മിയം ബാറ്ററി എന്ന് പറഞ്ഞതിന് പകരം അല്ലെ. സോ പാക്സ് ഡബിൾ ദ എനർജി ഓഫ് ലെഡ് ആസിഡ്. ലെഡ് ആസിഡിന്റെ ഡബിൾ ഇരട്ടി പവർ ആയിരിക്കും നമുക്ക് എനർജി ആയി കിട്ടുണ്ടാകുക. എക്സലന്റ് ഫോർ എയർലി ഹൈബ്രിഡ് വെഹിക്കിൾസ്. ആദ്യ കാലങ്ങളിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിലൊക്കെ ഈ ഒരു നിക്കൽ മെറ്റൽ ഹൈഡ്രൈഡ് ബാറ്ററീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹൈബ്രിഡ് ബാറ്ററീസിലൊക്കെ ടൊയോട്ട പ്രൈസിലൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് സഫേഴ്സ് ഫ്രം ഹൈ സെൽഫ് ഡിസ്ചാർജ് ആൻഡ് പുവർ കോൾഡ് വെതർ പെർഫോമൻസ്. തണുത്ത കാലങ്ങളിൽ അല്ലെ, അത് തണുത്ത കാലങ്ങളിൽ അതായത് ഒരു കോൾഡ് കണ്ടീഷനിൽ വരുന്ന സമയത്ത് ബാറ്ററിന്റെ പെർഫോമൻസ് നല്ല കുറവും അല്ലെ. പിന്നെ ഹൈ സെൽഫ് ഡിസ്ചാർജ് കപ്പാസിറ്റി, ഒരു സെൽഫ് ഡിസ്ചാർജ് ഉണ്ടായത് കൊണ്ട് അത് എന്ത് ചെയ്യാന്ന് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ആദ്യ കാലങ്ങളിൽ ഈ ഒരു ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനമാണ് ലിഥിയം അയൺ ബാറ്ററി. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ലിഥിയം അയൺ ബാറ്ററി അല്ലെ. പുതിയ ഇലക്ട്രിക്കൽ വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ലിഥിയം അയൺ ബാറ്ററി എന്നല്ലേ. എക്സ്ട്രീംലി ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ആൻഡ് പവർ ഡെൻസിറ്റി. അതുകൊണ്ടാണ് നമുക്ക് ലിഥിയം അയൺ ബാറ്ററി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്പറേറ്റ് അറ്റ് എ സെൽ വോൾട്ടേജ് ഓഫ് 3.6 വോൾട്ട് ആണ് ഒരു സെല്ലിന്റെ വോൾട്ടേജ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. highly sensitive to manufacture defects, metal fragmentation, blocking separators and thermal runaway. Requires active thermal management.
cooling and heating circuits to stay within the safe operating limits to -5 degrees to 40 degrees Celsius. അത് നമുക്ക് അറിയാം, നമ്മളൊരു ഫസ്റ്റ് ലിഥിയം അയോൺ ബാറ്ററി ഒക്കെ വന്ന സമയത്ത് പല വാഹനങ്ങളും കത്തിയതായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് നല്ല ഹീറ്റ് ആവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. സോ ഹീറ്റിങ്ങിനും അതിന് വേണ്ടിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് മെത്തേഡുകൾ തെർമൽ മാനേജ്മെന്റ് എന്നാണ് അല്ലെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. നമുക്ക് BMS കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് എല്ലാവരും കൊടുക്കുന്നത്. ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം കൊടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്തിട്ട് ഓവറായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് കൂളാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നത് ലിഥിയം അയൺ വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത്. സോ ഒരു കൂളിംഗ് ഏജന്റും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ലിഥിയം അയൺ ബാറ്ററി. നമ്മൾ ജസ്റ്റ് പേര് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞത് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലോട്ട് പോയിട്ടില്ല. നിക്കൽ കാഡ്മിയോ കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ, സിങ്കേറൊക്കെ ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് അധികം ഉള്ളിലോട്ട് പോകാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് അറിഞ്ഞാൽ മതി. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയാണ് മെയിൻലി പഠിക്കാനുള്ളത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു വന്നേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താ പറയുക ബാറ്ററിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞാൽ, ബാറ്ററി കഴിഞ്ഞാൽ നമുക്ക് ഇനി ചാർജിങ് സിസ്റ്റം ഉണ്ട്, സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഇഗ്നിഷൻ സിസ്റ്റം, അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് ഓരോ ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.